ഈ ശബ്ദപരിധിയിൽ എന്നെ ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ക്രൈസ്തവ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ചിറ്റിലഞ്ചേരിയുടെ ഭാഗത്തു നിന്ന് ആരംഭിച്ച് ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ ഞങ്ങളിങ്ങനെ അറിയിക്കുന്നത്, ഓരോ കവലകളിൽ ചെന്ന് ഇതൊക്കെ വിളിച്ചു പറയേണ്ടുന്നതിൻ്റെ ആവശ്യകത എന്താണ്? ഇത് ക്രിസ്ത്യാനികളുടെ പരിപാടി നിങ്ങളുടെ പള്ളിക്കകത്ത് നടത്തിയാൽ പോരെ? മാത്രമല്ല, എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള യോഗങ്ങളിൽ മറ്റുള്ള പ്രിയപ്പെട്ടവർ പ്രസംഗിക്കാനായി കടന്നു വരുന്നത്? ഇങ്ങനെ ഒത്തിരി സംശയങ്ങൾ എന്നെ കേൾക്കുന്ന പൊതുജനത്തിനുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയിലെ സന്ദേശം കൂടുതലായും ഈ ശബ്ദപരിധിയിൽ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സംസാരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ദേശത്തെക്കുറിച്ച് ആത്മഭാരമുള്ള എന്റെ മുന്നിലിരിക്കുന്ന ദൈവമക്കളും ദൈവദാസന്മാരും നെന്മാറ ദേശത്തിൻ്റെ വിടുതലിനായി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആയിരിക്കുക. ഇന്ന് രാത്രി ഒട്ടും മുഖവുര കൂടാതെ പ്രസംഗത്തിന്റെ പ്രമേയത്തിലേക്ക് പ്രവേശിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായി ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ദൈവത്തിന്റെ ആത്മനിയോഗത്താൽ കുറിക്കപ്പെട്ട വിശുദ്ധ തിരുവെഴുത്തിലെ ഒരു വേദഭാഗം നെന്മാറ ദേശത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുകയാണ്. 49-ാം സങ്കീർത്തനം അതിൻ്റെ 20-ാമത്തെ തിരുവചന ഭാഗം നെന്മാറ ദേശത്തിന്റെ ശ്രദ്ധയിൽ വെച്ചുകൊണ്ട് ഒരു കൊച്ചു സന്ദേശം ഈ ദേശത്തിന് കൈമാറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ വേദഭാഗം ഇപ്പോൾ പ്രിയപ്പെട്ടവർ മൈക്കിൽ കൂടെ വായിച്ച് നെന്മാറ ദേശത്തെ കേൾപ്പിക്കും. 49-ാം സങ്കീർത്തനം അതിന്റെ 20-ാമത്തെ വേദഭാഗം. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായി അയാൾ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. ഒരിക്കൽ കൂടെ വായിക്കാം. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായി അയാൾ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. ഇവിടെ വായിച്ച വേദഭാഗത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനാകും. ശ്രദ്ധിക്കണമേ, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ദൈവത്തിന്റെ ആത്മനിയോഗത്താൽ കുറിക്കപ്പെട്ട വിശുദ്ധ തിരുവെഴുത്തിൽ ഭക്തനായിരിക്കുന്നയാൾ വിളിച്ചു പറഞ്ഞു, പ്രവചനയാത്മാവിൽ മനുഷ്യൻ മൃഗതുല്യനായി മാറുന്ന ഒരു കാലഘട്ടം വരും. 2017 കമ്പ്യൂട്ടർ യുഗത്തിൽ എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങൾക്ക് ഒരുപക്ഷെ ചോദിക്കാം, അല്ലയോ ഉപദേശി, മനുഷ്യൻ മൃഗമാണോ? അല്ല. നിങ്ങളുടെ ദൈവം മനുഷ്യനെ മൃഗമായിട്ടാണോ സൃഷ്ടിച്ചത്? അല്ലവേ അല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങൾ നിങ്ങൾ ദൈവവചനമാണ് എന്ന് പറഞ്ഞ് വിളിച്ചു പറയുന്നത്? എന്നെ കേൾക്കുന്ന നെന്മാറ ദേശമേ, ഈ വേദഭാഗം എഴുതപ്പെട്ട കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഇത് ഒരാന മണ്ടത്തരമായി തോന്നാവുന്ന ഒരു വാക്യമാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഒരിക്കലും മൃഗമല്ല, മനുഷ്യൻ ഒരിക്കലും മൃഗമായി തീരുകയില്ല. ദൈവത്തിന്റെ വചനമെന്ന പേരിൽ എഴുതി വച്ചിരിക്കുന്ന ഈ വാക്യം ഒരാന മണ്ടത്തരമായി തോന്നാവുന്ന ഒരു കാലഘട്ടത്തിലായിരിക്കാം ഇത് എഴുതപ്പെട്ടത്. എന്നാൽ നെന്മാറയിൽ യുഗത്തിൽ വരുന്ന വാർത്തകൾ തുറന്നു വെച്ചിട്ട് ഇപ്പോൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ച വാക്യം നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ ആരും അതിനെ എതിർത്തു പറയുകയില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. കാരണം ഓരോ പ്രഭാതത്തിലും മലയാളികൾ നാം അടുത്തോട്ട് ചെന്നാൽ ആ അമ്മപ്പട്ടി നമ്മെ കടിക്കുവാൻ പാഞ്ഞു വരുന്ന ഒരു ചിത്രമുണ്ട്. എന്താ കാരണം? തൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന മാതൃഹൃദയത്തിന്റെ പ്രതിരോധം മിണ്ടാപ്രാണിയായ ഒരു അമ്മപ്പട്ടിയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ നാട്ടിൽ മുട്ടയിട്ട് അടയിരിക്കുന്ന ഒരു കോഴിയുടെ അടുക്കലേക്ക് നാം നടന്നു ചെന്നാൽ ആ അമ്മക്കോഴി നമ്മെ കൊത്താൻ പാഞ്ഞു വരുന്ന ഒരു ചിത്രമുണ്ട്. എന്താ കാരണം? തൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന മാതൃഹൃദയത്തിന്റെ പ്രതിരോധം
മിണ്ടാപ്രാണിയായ ഒരു കോഴിയമ്മയിൽ നമുക്ക് കാണാം. നോക്കുക, മിണ്ടാപ്രാണികളായ മൃഗജാലങ്ങൾ പോലും തന്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ മനോരമയും മാതൃഭൂമിയും തുറന്നു വെച്ചാലോ ജനിപ്പിച്ച അപ്പന് സ്വന്തം പെൺകുഞ്ഞിനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. പ്രായപൂർത്തിയാകാത്ത പെൺകുഞ്ഞിനെ കൊണ്ടു നടന്ന് വിൽക്കുവാൻ മടിയില്ലാത്ത അമ്മമാർ സാക്ഷര കേരളത്തിൽ എഴുന്നേറ്റിരിക്കുകയാണ്. കണ്ടോ, മൃഗങ്ങൾ ചെയ്യുവാൻ അറയ്ക്കുന്ന പ്രവർത്തികൾ. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഒരു നായ്ക്കുട്ടിയെ എടുത്ത്, പട്ടിക്കുട്ടിയെ എടുത്ത്, പാല് കൊടുത്ത്, ചോറ് കൊടുത്ത്, ഉടുപ്പും നിക്കറും തയ്പ്പിച്ചിട്ട് കൊടുത്ത്, അതിനെ AC റൂമിൽ കിടത്തി താരാട്ടുപാടി ചേർത്ത് കിടത്തി നിങ്ങൾ ഉറക്കി നോക്കിയേ. അങ്ങനെ എത്ര വർഷങ്ങൾ ഉറക്കിയാലും ഈ മൃഗം ഒരിക്കലും മനുഷ്യനായി മാറുകയില്ല എന്നുള്ളത് സത്യമാണ്. എന്നാൽ മിനിറ്റുകളുടെയും സെക്കൻഡുകളുടെയും വ്യത്യാസത്തിൽ മനുഷ്യൻ മൃഗത്തെക്കാൾ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന സാക്ഷര കേരളത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ശ്രദ്ധിക്കണം, ഈ മനുഷ്യന് ഇതെന്തു പറ്റി? മനുഷ്യൻ എന്താണ് ഇങ്ങനെ? എന്തുകൊണ്ടാണ് അവൻ മൃഗത്തെക്കാൾ അധപ്പതിച്ചവനായി മാറിയത്? ചില യാഥാർത്ഥ്യങ്ങൾ നെന്മാറെ അറിയണം. അതിലേക്കാണ് ഞാൻ എൻ്റെ സന്ദേശത്തെ കൊണ്ടുപോകുന്നത്. ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത സാമൂഹ്യ തിന്മകളിലേക്കും ധാർമ്മിക അധപ്പതനത്തിലേക്കും സാക്ഷര കേരളം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. വല്ലാത്ത ഒരു കാലം. പണ്ട് കാലത്തെ അമ്മമാര് മാർക്കറ്റിൽ പോകുമ്പോൾ കൊച്ചിനെ അയലത്തെ വീട്ടിലേപ്പിച്ചിട്ട്, ഹലോ ഉണ്ണിച്ചേട്ടാ, കൊച്ചുപടം നിരിക്കട്ടെ, ഞാനൊന്ന് മാർക്കറ്റിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞൊരു കാലമുണ്ടായിരുന്നെങ്കിൽ ഇന്ന് സ്വന്തം അപ്പന്റെ അടുക്കൽ പോലും പെൺകുഞ്ഞിനെ ആക്കിയേച്ച് മാർക്കറ്റിൽ പോകാൻ ധൈര്യമില്ലാത്ത അമ്മമാരുടെ നാടായി നമ്മുടെ കൊച്ചു കേരളം വഴിമാറിയിരിക്കുകയാണ്. വല്ലാത്ത ധാർമ്മിക മൂല്യച്യുതി നമ്മുടെ നാടിന് സംഭവിച്ചിരിക്കുന്നു, മനുഷ്യന് സംഭവിച്ചിരിക്കുന്നു. എന്താണ് ഇതിന്റെ കാരണം? ഇന്ന് രാത്രി വളരെ ശ്രദ്ധിക്കണം. ഓരോ പ്രഭാതത്തിലും ഞെട്ടിത്തരിപ്പിക്കുന്ന വാർത്തകളുമായി മലയാളി ഉറക്കമിടരുകയാണ്. അക്രമത്തിന്റെയും പീഡനത്തിന്റെയും സ്ഫോടനത്തിന്റെയും പിടിച്ചുപറിയുടെയും ബലാത്സംഗത്തിന്റെയും കൊലപാതകത്തിന്റെയും ഒക്കെ വാർത്തകളില്ലാത്ത ഒറ്റ പത്രം പോലുമില്ല എന്ന നിലയിൽ നമ്മുടെ നാട് വഴിമാറി. പണ്ട് കാലത്തൊക്കെ നമ്മുടെ വീട്ടിൽ TV എന്ന ഉപകരണം വാങ്ങിയാൽ മാതാപിതാക്കൾ പിള്ളേരോട് പറയുന്ന ഒരു വാക്കുണ്ട്, എടാ TV മേടിച്ചിട്ടുണ്ട്, വാർത്തയല്ലാതെ മറ്റൊരു പരിപാടി ഇവിടെ ഇട്ടേക്കരുത് കേട്ടോ എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇന്ന് വീട്ടിൽ TV ഉണ്ടെങ്കിൽ മാതാപിതാക്കൾ പിള്ളേരോട് പറയും, വേണമെങ്കിൽ 2 സീരിയൽ കണ്ടോ, പക്ഷെ വാർത്ത ഇട്ടേക്കരുത്. എന്താ കാരണം? ചാനൽ ചർച്ചകൾ അന്തിച്ചർച്ചകളായി മാറി. അതിനകത്ത് വന്നിരുന്നു കൊണ്ട് ഹരിത കേരളം സരിത കേരളമായി മാറി. അതിനകത്ത് വന്നിരുന്നു കൊണ്ട് ഓരോരുത്തരും വിളിച്ചു പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് കൊച്ചുകുട്ടികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാത്ത നിലയിൽ വിഷമിക്കുന്ന മാതാപിതാക്കൾ, അതുകൊണ്ട് തന്നെ വാർത്ത പോലും കാണാൻ കഴിയാത്ത ഒരു ധാർമ്മിക അധപ്പതനത്തിലേക്ക് മനുഷ്യന്റെ ജീവിതമായിക്കൊണ്ടിരിക്കുകയാണ്. അല്ലയോ ഉപദേശി, ഓരോ ദിവസത്തെയും വാർത്തകൾ ഞങ്ങളെ പറഞ്ഞു കേൾപ്പിക്കാനാണോ നിങ്ങൾ ഈ ബോക്സൊക്കെ കെട്ടിവെച്ച് ഇങ്ങനെ തൊണ്ടകീറി പ്രസംഗിക്കുന്നത്? അല്ലല്ലല്ല. നെന്മാറയിലുള്ളവരെല്ലാം പത്രം വായിക്കുന്നവരും TV കാണുന്നവരുമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഈ വാർത്തകളൊക്കെ നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കാനല്ല ഞാൻ ഈ മൈക്കെടുത്ത് ഇവിടെ നിൽക്കുന്നത്. പിന്നെ എന്താ, ഓരോ വാർത്തകളിലും ഉൾപ്പെട്ടു നിൽക്കുന്ന കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന പ്രതികൾ, അവർക്ക് ജാതി മത വ്യത്യാസമില്ല. നാരായണനും കറിയായും മുഹമ്മദ് കുട്ടിയും എല്ലാം ജാതി മത വ്യത്യാസമില്ലാതെ കുറ്റകൃത്യങ്ങളിൽ പ്രതികളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ സന്ദേശം പള്ളിക്കകത്ത് പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ നടക്കുകയില്ല. കാരണം കുറ്റകൃത്യങ്ങളുടെ പ്രതിപ്പട്ടികയിൽ തോമായും ജോസഫും കറിയായും മെത്രാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ തീർച്ചയായും ഈ സന്ദേശം പള്ളിക്കകത്ത് മാത്രമേ പറയുമായിരുന്നുള്ളൂ. എന്നാൽ എന്തുകൊണ്ട് ഇത് പൊതുവിൽ പറയുന്നെന്ന് ചോദിച്ചാൽ, നാട്ടിൽ നടക്കുന്ന സകല കുറ്റകൃത്യങ്ങളിലും ജാതി മത വർണ്ണവർഗഭേദ വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും നിരന്നു നിൽക്കുകയാണ്. അതുകൊണ്ട് എല്ലാ വിഭാഗക്കാരും ഉള്ളിടത്തല്ലേ അതിനെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു സന്ദേശം കൈമാറാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് പൊതുവിൽ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് പൊതുവിൽ പറയുന്നത്? ഓരോ കുറ്റകൃത്യങ്ങളിലും ഉൾപ്പെട്ട പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ട പ്രതികളെ കുറിച്ച് പത്രവും TVയും ചാനലുകളും എല്ലാം ഒരുപോലെ വിളിച്ചു പറയുന്ന ഒരു പദമുണ്ട്. ആ പദമാണ് യാതൊരു നാണവും കൂടാതെ ഓരോ കവലകളിലും ഉച്ചവെയിലത്തിന്റെ നടുവിൽ നിന്നുകൊണ്ടും ഈ സന്ദേശം അടുത്ത തലമുറയ്ക്ക് കൈമാറുവാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന ഘടകം ആ പദമാണ്. ഏത് പദം?
ഓരോ കുറ്റകൃത്യങ്ങളിലും ഉൾപ്പെട്ട പ്രതികളെ കുറിച്ച് നമ്മുടെ പത്രവും ചാനലും എല്ലാം ഒറ്റ വാക്കിൽ ഒരുപോലെ വിളിച്ചു പറയുന്നു. സംഭവം നടക്കുമ്പോൾ പ്രതി മദ്യലഹരിയിലായിരുന്നു, സംഭവ സമയത്ത് പ്രതിക്ക് സുബോധമില്ലായിരുന്നു, സംഭവ സമയത്ത് പ്രതി കഞ്ചാവ് ഉപയോഗിച്ചിരുന്നു. ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോ കുറ്റകൃത്യങ്ങളുടെയും പിറകിൽ ഒളിഞ്ഞും മറഞ്ഞും ഇരിക്കുന്ന യഥാർത്ഥ വില്ലൻ അത് ലഹരിയാണ്. അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ വെളിപ്പെട്ട ചില വാർത്തകൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഇവിടെ എന്നെ പരിചയപ്പെടുത്തിയ പ്രിയപ്പെട്ടവർ പറഞ്ഞു, ഷമീർ കൊല്ലം എന്ന്. ഞാൻ കൊല്ലത്തുകാരനാണ്. കൊല്ലം ജില്ലയിൽ കഴിഞ്ഞ ഒന്നര മാസങ്ങൾക്ക് മുമ്പ് വെളിപ്പെട്ട ഒരു വാർത്തയുണ്ട്. 7 വയസ്സുകാരിയായ ഒരു പെൺകുഞ്ഞ് അവളുടെ കൊച്ചച്ഛന്റെ കൈവിരൽ തുമ്പിൽ പിടിച്ചുകൊണ്ട് സ്കൂളിലേക്ക് നടന്നു പോവുകയാണ്. കൊച്ചച്ഛന്റെ കൈവിരൽ തുമ്പിൽ മുറുകെ പിടിച്ചുകൊണ്ട് സ്കൂളിലേക്ക് പോകുന്ന ആ 7 വയസ്സുകാരിയുടെ ഹൃദയത്തിലെ ചിന്ത എന്തായിരിക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നുവരെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. 7 വയസ്സുകാരിയായ പെൺകുഞ്ഞ് കൊച്ചച്ഛന്റെ കൈവിരൽ തുമ്പി മുറുക്കെ പിടിച്ചുകൊണ്ട് പുഞ്ചിരിയോടെ സ്കൂളിലേക്ക് നടന്നു നീങ്ങുമ്പോൾ ആ കുഞ്ഞിന്റെ ഹൃദയത്തിനകത്തെ ചിന്ത എന്താ? ഞാൻ എൻ്റെ അച്ഛൻ്റെ കയ്യിലാണ് പിടിച്ചിരിക്കുന്നത്. ഈ യാത്രയിൽ ആരും എന്നെ ഉപദ്രവിക്കുകയില്ല, ഈ യാത്രയിൽ എനിക്കൊരു ദോഷവും വരികയില്ല, കാരണം എൻ്റെ അച്ഛൻ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ അച്ഛൻ്റെ കയ്യിലാണ് ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്നതെന്നൊരു ധൈര്യത്തോടെ നടന്നു നീങ്ങിയ 7 വയസ്സുകാരിയായ പെൺകുഞ്ഞ്. എന്നാൽ ആളൊഴിഞ്ഞൊരു പ്രദേശമെത്തിയപ്പോൾ അപ്പന്റെ സ്ഥാനത്ത് നിൽക്കേണ്ടുന്ന കൊച്ചച്ഛനുണ്ടല്ലോ, ക്രൂരമായ നിലയിൽ ആ 7 വയസ്സുകാരിയുടെ ശരീരത്തിൽ എന്ത് കണ്ടിട്ടാണ് മനുഷ്യൻ ആവേശം കൊണ്ടതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. എന്നാൽ ക്രൂരമായ 7 വയസ്സുകാരിയെ പീഡിപ്പിച്ചു നിഷ്കരുണം അവളെ കൊന്നുകളയുക മാത്രമല്ല, മരിച്ചതിനനന്തരം മൃതദേഹത്തിന്റെ മേൽ പോലും നികൃഷ്ടമായ പീഡനങ്ങൾ അഴിച്ചുവിട്ട് 7 വയസ്സുകാരിയെ പൊന്തക്കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞ ചിത്രം മനുഷ്യൻ എന്ന് പേരുള്ള ഒറ്റ വ്യക്തിക്ക് പോലും ഹൃദയം കീറി മുറിക്കുന്ന വേദനയോടെയല്ലാതെ ആ ചിത്രം കാണുവാനായിട്ട് കഴിയുകയില്ല. വിഷയമതല്ല. ആ കൊച്ചച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ചോദ്യം ചെയ്തപ്പോൾ അയാൾ ലാഘവത്തോട് പറഞ്ഞൊരു മറുപടി ശ്രദ്ധിക്കണം. സാറേ, മദ്യലഹരിയിൽ ചെയ്തു പോയി. 7 വയസ്സുകാരിക്കും 3 വയസ്സുകാരിക്കും സ്വന്തം വീട്ടിനകത്ത് പോലും സുരക്ഷിതത്വമില്ല എന്ന നിലയിൽ സാക്ഷര കേരളം വഴിമാറുന്നു എന്നുള്ളത് നമ്മുടെ നാടിന്റെ അപായ സൂചനയാണ്. ചിന്തിക്കണം. മദ്യലഹരിയിലായിരുന്നു. വില്ലൻ ആരാണ്? ലഹരിയാണ്. പത്തനംതിട്ടയിൽ അതാ റബ്ബർ തോട്ടത്തിനിടയിലൂടെ ഒരമ്മ ഓടുകയാണ് നിലവിളിച്ചുകൊണ്ട്. എന്തിനാ? സ്വന്തം വയറ്റിൽ 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച മകന്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെടുവാൻ പെറ്റ അമ്മ റബ്ബർ തോട്ടത്തിനിടയിലൂടെ ഓടുകയാ. ഞാൻ നിന്റെ അമ്മയാടാ മോനെ എന്ന് അലറിക്കരഞ്ഞുകൊണ്ട് ആ പെറ്റമ്മ ഓടുമ്പോൾ 10 മാസം നൊന്ത് പ്രസവിച്ച മകന് അത് തിരിച്ചറിയാൻ കഴിയാതെ പീഡിപ്പിക്കുവാനായി ഓടിക്കുകയാ. അവനെയും കോടതി മുറിയിൽ വിചാരണ വേളയിൽ നീ ഒരു മനുഷ്യനാണോടാ എന്ന വക്കീലിന്റെ ചോദ്യത്തിന്റെ മുമ്പിൽ അലറിക്കരഞ്ഞുകൊണ്ട് അവനും പറഞ്ഞ മറുപടി ഒന്നേ ഉള്ളൂ, അയ്യോ സാറേ, എനിക്ക് സുബോധമില്ലായിരുന്നു. 10 മാസം വയറ്റിൽ ചുമന്ന പെറ്റ തള്ളയെപ്പോലും തിരിച്ചറിയാൻ കഴിയാത്ത വണ്ണം അവന്റെ ബുദ്ധിമണ്ഡലത്തെ മുരടിപ്പിച്ച വിഷവിത്തിന്റെ പേര് ലഹരി എന്ന് തന്നെയാണ്. തീർന്നില്ലല്ലോ, വാർത്തകൾ അവസാനിക്കുന്നില്ല. 4 മാസങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് ജില്ലയിൽ നിന്ന് പുറപ്പെട്ടു ഒരു വാർത്ത. കേരളക്കര മുഴുവൻ വായിച്ച വാർത്തയാണെങ്കിലും പൊതുവിൽ പറയുന്നതിൽ എനിക്ക് ലജ്ജയുണ്ട്, വേദനയുണ്ട്. പക്ഷെ എല്ലാവരും വായിച്ചു മറന്നൊരു വാർത്ത പറയുന്നതിൽ അത്ഭുതമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് പറയാം. കാസർഗോഡ് ജില്ലയിൽ സമാനമായ സംഭവം തിരുവനന്തപുരത്തും ഉണ്ടായി. എങ്കിലും കാസർഗോഡ് ജില്ലയിലെ സംഭവം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം. ഒരു പ്രഭാതത്തിൽ ഒരു വീട്ടമ്മയായ സ്ത്രീ തലകറങ്ങി താഴെ വീണു. ബന്ധുക്കൾ പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർമാർ പരിശോധിച്ചിട്ട് അനന്തരം പറഞ്ഞു, കൺഗ്രാജുലേഷൻസ്, ഗർഭിണിയാണ്. ഭർത്താവ് ഗൾഫിലുമാണ്. ഗർഭിണിയാണെന്ന വാർത്ത കേട്ടു. ആകെപ്പാട് വല്ലാണ്ടായി. ഭർത്താവിനെ വിവരം അറിയിച്ചു. ഭർത്താവ് പറഞ്ഞു, അവളെ എനിക്ക് വേണ്ട, ഞാൻ അവളെ ഉപേക്ഷിക്കുകയാണ്, അവൾ എന്നെ ചതിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവ് ഉപേക്ഷിക്കുവാൻ തയ്യാറായപ്പോൾ ആ ദേശത്തെ നാട്ടുകാർ ഒന്നടങ്കം ഒന്നിച്ചു നിന്നുകൊണ്ട് പറഞ്ഞു, അവൾ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല, അവളൊരു നല്ല സ്ത്രീയാണ്, അവൾ ഒരിക്കലും മോശമായി നടക്കുന്ന ഒരു സ്ത്രീയല്ല, അവൾക്കെന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട്. എന്താണെന്നറിയണം. ഭർത്താവ് നാട്ടിൽ വന്നു. നാട്ടുകാരൊന്നടങ്കം പറഞ്ഞു, നീ അവളെ ഉപേക്ഷിക്കരുത്, അവൾ നല്ല സ്ത്രീയാണ്. നാട്ടുകാരുടെ സാക്ഷ്യപത്രം ഒന്നിച്ചൊന്നടങ്കം അവൾ നല്ലവളാണെന്ന് പറയുമ്പോൾ ഭർത്താവ് എന്ത് ചെയ്തു? പോലീസിൽ പരാതി കൊടുത്തു. ഞാൻ അമേരിക്കയിലെ ഉഗാണ്ടയിലും കഥയല്ല നിങ്ങളോട് പറയുന്നത്, കൊച്ചു കേരളത്തിൽ പരാതി കൊടുത്തു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഒടുവിൽ പോലീസ് കണ്ടെത്തി കുറ്റക്കാരനെ. ആരാ? ഓരോ ദിവസവും കിടക്കയിൽ ചേർത്ത് പിടിച്ച് താരാട്ടുപാടി കഥകൾ പറഞ്ഞ് ചേർത്ത് പിടിച്ച് ഉറക്കിയ 9ാം ക്ലാസ്സുകാരന്റെ സമ്മാനം പെറ്റമ്മയുടെ ഉദരത്തിൽ. നിങ്ങൾ ശ്രദ്ധിക്കണം.
നമ്മുടെ നാട്ടിലെ അന്താരാഷ്ട്ര പ്രശ്നം ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നുമല്ല. അതിലും വലിയ പ്രശ്നമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഒരുത്തൻ കമ്മ്യൂണിസ്റ്റായെന്ന് വിചാരിച്ച നാടിന് ദോഷമൊന്നുമില്ല. ഇവിടെ ഒരുത്തൻ BJP ആയെന്ന് വിചാരിച്ച നാടിന് ദോഷമൊന്നുമില്ല. ഇവിടെ ഒരുത്തൻ കോൺഗ്രസ്സുകാരനായെന്ന് പറഞ്ഞ് നാടിന് ദോഷമൊന്നുമില്ല. ഇവിടെ ഒരുത്തൻ ഹിന്ദുവായെന്ന് പറഞ്ഞാൽ അവന്റെ ഇഷ്ടം, നാടിന് പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല. ഇവിടെ ഒരുത്തൻ മുസ്ലിം ആയാൽ, ഇവിടെ ഒരുത്തൻ ക്രിസ്ത്യാനിയായ, ഇവിടെ ആർക്കും ദോഷമൊന്നുമില്ല. അതൊക്കെ അവരവരുടെ സ്വാതന്ത്ര്യമാണ്. അതിലൊന്നുമല്ല ഇവിടുത്തെ അന്താരാഷ്ട്ര പ്രശ്നം. അതിനും അപ്പുറത്ത് ഇവിടുത്തെ പ്രായപൂർത്തിയാകാത്ത കൊച്ചുകുട്ടികളെ പോലും കുറ്റവാളികളാക്കി മാറ്റിക്കൊണ്ട് അടുത്ത തലമുറയെ വിഴുങ്ങി നാടിനെ നശിപ്പിക്കുന്ന ലഹരി എന്ന വിപത്തിനെതിരെയാണ് ഇവിടെ പോരാട്ടം ആരംഭിക്കേണ്ടത്. ആമേൻ. പക്ഷെ കഴിയുന്നില്ലല്ലോ. നാട്ടിൽ ഒത്തിരി പ്രസ്ഥാനങ്ങളുണ്ട്, ഒത്തിരി സംഘടനകളുണ്ട്, മതതത്വശാസ്ത്രവാദികളുണ്ട്. പക്ഷേ ഈ വിപത്തിൽ നിന്നും മാനവജാതിയെ രക്ഷിപ്പാൻ കഴിയുന്നില്ല. ശ്രദ്ധയിൽ കുറിച്ചിട്ടോണം. വാർത്തകൾ അവസാനിക്കുന്നില്ല. 8ാം ക്ലാസ്സുകാരിയായ ഒരു പെൺകുഞ്ഞ് ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു വരുന്ന വഴി കുടിച്ച് ലെക്ക് കെട്ട് ജംഗ്ഷനിൽ ആടി നിൽക്കുന്ന അച്ഛനെ കണ്ട് കൈക്ക് പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, അച്ഛാ വീട്ടിൽ പോകാം, അച്ഛാ വീട്ടിൽ പോകാം. സ്വന്തം പെൺകുഞ്ഞ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്വന്തം പെൺകുഞ്ഞിനെ തിരിച്ചറിയാൻ കഴിയാതെ പോയ അപ്പനുണ്ടല്ലോ, അവളുടെ ഉടുപ്പ് പിടിച്ച് വലിച്ചു കീറുകയാണ്. കുതറി ഓടി അവള് രക്ഷപ്പെട്ടു. വീട്ടിലേക്ക് ഓടിച്ചെന്ന് കയറുമ്പോൾ അതാ +2 പഠിക്കുന്ന ചെറുപ്പക്കാരൻ സഹോദരൻ ചോദിക്കുന്നു, മോളെ എന്താ നീ കരയുന്നത്, എന്ത് പറ്റി? അവൾ പറഞ്ഞു, അച്ഛൻ എന്നോട് ഇങ്ങനെ ചെയ്തു. അവൻ ഓടി അടുക്കളയിലിരുന്ന കറിക്കത്തി എടുത്തുകൊണ്ട് കവലയിലേക്ക് പാഞ്ഞു ചെന്നു. കുടിച്ച് ലെക്ക് കെട്ട് ജംഗ്ഷനിൽ ആടി നിൽക്കുന്ന അപ്പനെ ഒറ്റ ചവിട്ടിന് ഓടയിലിട്ടുകൊണ്ട് ആ കറിക്കത്തി അപ്പന്റെ നെഞ്ചിലേക്ക് അവൻ കുത്തിയിറക്കി. പോലീസ് അധികാരികൾ വിവരമറിഞ്ഞ് +2 പഠിക്കുന്ന ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ വാർത്ത വീട്ടിലിരിക്കുന്ന അമ്മയും അനിയത്തിയും അറിഞ്ഞപ്പോൾ അടുക്കളയുടെ മൂലയിൽ കന്നാസിലിരുന്ന മണ്ണെണ്ണ എടുത്ത് ശരീരത്തിലൂടെ ഒഴിച്ച് ആ അമ്മയും അനിയത്തിയും ആത്മഹത്യ ചെയ്തു. കേൾക്കുന്നുണ്ടോ സ്നേഹിത? 10 മിനിറ്റ് കൊണ്ട് ഒരു കുടുംബത്തെ പൂപ്പരപ്പിൽ നിന്ന് തുടച്ചു നീക്കിയ വിഷവിത്ത് ലഹരി തന്നെയാണ്. വിവാഹ സ്വപ്നങ്ങളുമായി ട്രെയിനിൽ യാത്ര ചെയ്ത നമ്മുടെ കൊച്ചു സഹോദരി സൗമ്യ എന്ന പെൺകുഞ്ഞിനെ നരാധമനായ ഒറ്റക്കയ്യൻ ഗോവിന്ദച്ചാമി കടിച്ചുകീറി റെയിൽവേ പാളത്തിലേക്ക് വലിച്ചെറിഞ്ഞ വാർത്ത പത്രദ്വാര വായിച്ചില്ലേ? പോലീസുകാർ അവനെ അറസ്റ്റ് ചെയ്യുന്ന കേട്ടപ്പോൾ മലയാളിക്ക് സന്തോഷം. മാസം 3 കഴിഞ്ഞപ്പോൾ അതാ കേട്ടു നമ്മൾ വാർത്ത. സുപ്രീം കോർട്ടിൽ സിറ്റിങ്ങിന് ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്ന ആളൂരെന്നൊരു വക്കീല് കേവലം ഒരു ഒറ്റക്കയ്യം ഭിക്ഷക്കാരന് വേണ്ടി കോടതി മുറിയിലെത്തിയെന്ന് കണ്ടപ്പോൾ മലയാളി മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് ചോദിച്ചു, കേവലം ഒരു ഭിക്ഷക്കാരന് വേണ്ടി സുപ്രീം കോർട്ട് വക്കീലോ? വാർത്താവൃത്തങ്ങൾ പിന്നത്തേതിൽ പുറത്തുവിട്ട വാർത്ത കണ്ടോ? കേവലം ഒരു ഭിക്ഷക്കാരനല്ല ഗോവിന്ദച്ചാമി എന്നും മറിച്ച് കേരളക്കരയിലേക്ക് ട്രെയിൻ മാർഗം ലഹരിയും കഞ്ചാവും നടത്തുന്ന ലഹരി മാഫിയയുടെ കണ്ണി. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ഞങ്ങളുടെ കൂട്ടാളിയെ പുറത്തു കൊണ്ടുവരുമെന്ന് അവരുടെ മാഫിയ സംഘങ്ങൾ ലക്ഷങ്ങൾ വാരിയെറിഞ്ഞ് രംഗത്തിറങ്ങി. അവിടെയും വില്ലൻ ലഹരി തന്നെയാണ്. വാർത്തകൾ അവസാനിക്കുന്നില്ല. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ ആ വിഷയത്തെ അങ്ങ് വിടുകയാ. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോ കുറ്റകൃത്യങ്ങളുടെയും പിറകിൽ ഒളിഞ്ഞും മറഞ്ഞുമിരിക്കുന്ന വില്ലൻ എന്ന് പറയുന്നത് ലഹരിയാണ് സ്നേഹിത. അങ്ങനെയെങ്കിൽ ശ്രദ്ധിക്കണം. കുറ്റവാളികൾ സാക്ഷര കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ 6-7 മാസങ്ങൾക്ക് മുമ്പ് ഏഷ്യാനെറ്റ് പുറത്തുവിട്ടൊരു വാർത്ത നിങ്ങളോട് പറയാം. ഇവിടെ അടുത്ത് കുറെ ഓട്ടോറിക്ഷ തൊഴിലാളികളും വാഹന തൊഴിലാളികളും വ്യാപാര വ്യവസായികളും ഒക്കെ എന്നെ കേൾക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ എന്തിനാണ് ഈ പകലന്തിയോളം ചൂടത്തും വെയിലത്തും മഴയത്തും ഒക്കെ എന്തിനാണ് നിങ്ങൾ പകലന്തിയോളം ഇവിടെ കഷ്ടപ്പെടുന്നത്? എന്തിനാണ്? ഒറ്റ മറുപടി, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്, കുടുംബത്തിന് വേണ്ടിയാണ്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയ സഹോദര, കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് ഏഷ്യാനെറ്റ് പുറത്തുവിട്ട വാർത്ത കേൾക്കണോ? നിങ്ങൾ കരുതുന്ന ഭാവിയുടെ വാഗ്ദാനങ്ങളായ നമ്മുടെ കുഞ്ഞുങ്ങൾ 3-ലും 4-ലും 5-ലും പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ആളൊഴിഞ്ഞൊരു പറമ്പിൽ കൂടെ യാത്ര ചെയ്യുന്നത് പരിസരക്കാർ ശ്രദ്ധിച്ചു. സ്കൂൾ ബാഗുമായിട്ട് ഇവരെന്തിനാണ് ആളില്ലാത്ത പറമ്പിൽ കൂടെ സഞ്ചരിക്കുന്നത്? നാട്ടുകാർ നോക്കുമ്പോൾ കണ്ടു, സ്കൂൾ ബാഗിനകത്ത് ഒളിപ്പിച്ച് വെച്ചിരുന്നൊരു പ്ലാസ്റ്റിക് കവർ അവിടെ പുറത്തെടുത്തു. എന്നിട്ട് ഈ പറമ്പുകളെ അവിടെ ഇവിടെയും ചിതറിക്കിടക്കുന്ന ചില കാലിപ്പാട്ടകളും ടിന്നുകളും പെറുക്കിയെടുത്ത് പ്ലാസ്റ്റിക് കവറിലേക്ക് ഇടുകയാണ്. നാട്ടുകാർ വിചാരിച്ചു ആക്രിക്കടയിൽ കൊടുത്ത് കടല വാങ്ങാനായിരിക്കുമെന്ന്. അങ്ങനെയല്ല. ആ പ്ലാസ്റ്റിക് കവറിനകത്ത് അവർ പറക്കിയിട്ട് പ്ലാസ്റ്റിക് കവർ നല്ലതുപോലെ കെട്ടി മുറുക്കി പൊന്തക്കാട്ടിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് കുട്ടികൾ സ്കൂളിൽ പോയി. അപ്പോഴാണ് നാട്ടുകാർക്ക് കൗതുകം. ഇതെന്താ പരിപാടി? നാട്ടുകാർ ശ്രദ്ധിച്ചു, അവർ കണ്ടു. 4 ദിവസം കഴിഞ്ഞപ്പോൾ ഇതേ കുട്ടികൾ ഇതേ പറമ്പിൽ വന്ന് പൊന്തക്കാട്ടിനടുത്ത് വട്ടം കൂടിയിരുന്ന് സ്കൂൾ ബാഗ് അടിച്ച് താഴെ വെച്ചിട്ട് ഈ പ്ലാസ്റ്റിക് കവർ പുറത്തെടുത്തിട്ട് അതിന്റെ കെട്ടഴിച്ച് ഓരോരുത്തരും മൂക്കോട് ചേർത്ത് മണപ്പിക്കുന്നു.
വാർത്ത പുറത്തുവിട്ടത് ചിത്രസഹിതം ഇങ്ങനെയാണ്, അത് ലഹരിക്ക് വേണ്ടിയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, അതെന്ത് പാട്ടയാടോ ഉപദേശി? നമ്മുടെ കടകളിൽ വിൽക്കുന്ന ഫെവിക്കോളിന്റെയും DDLന്റെയും SRന്റെയും ചില പ്രത്യേക പെയിന്റുകളുടെയും ഒക്കെ കാലിപ്പാട്ടകൾ പ്ലാസ്റ്റിക് കൂടിനകത്ത് 4 ദിവസം കെട്ടിയിട്ട് 5-ാം ദിവസം എടുത്തു മണപ്പിച്ചാൽ ലഹരി കിട്ടുമെന്ന് 3-ലും 4-ലും 5-ലും പഠിക്കുന്ന തലമുറയ്ക്ക് ആര് പറഞ്ഞു കൊടുത്തു? വളരെ ഭീതിയോടെ ചിന്തിക്കേണ്ടുന്ന ഒരു കാലഘട്ടം. അപ്പൊ ഈ ലഹരി എന്ന വിപത്ത് നമ്മുടെ നാടിനെ ഒന്നടങ്കം വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ചില ചേട്ടന്മാര് ചില കമന്ററികൾ പറയാറുണ്ട്. കാരണം ഒരിക്കൽ ഞാൻ ഒരു ബിവറേജ് കോർപ്പറേഷന്റെ മുമ്പിൽ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുക. എനിക്ക് ഏറ്റവും കൂടുതൽ പ്രസംഗിക്കാൻ ഇഷ്ടമുള്ള സ്ഥലമാണ് ഈ ബിവറേജിന്റെ മുമ്പിൽ. അതിന്റെ കാരണം വേറൊന്നുമല്ല, ഇത്രയും ശാന്തമായി നിന്ന് കേൾക്കുന്ന അണ്ണന്മാർ വേറെ ഒരു സ്ഥലത്തുമില്ല. ഒരു വഴക്കമില്ലാതെ നിന്ന് കേൾക്കുന്ന സ്ഥലമാണ് ബിവറേജിന്റെ മുമ്പിൽ. ഒരിക്കൽ ഞാൻ അവിടെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു കുടിയൻ ചേട്ടൻ ആടി അടുക്ക വന്നിട്ട് പറഞ്ഞു, കാര്യം എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മുടെ നാട് വികസിച്ചില്ലയോടോ ഉപദേശി. അപ്പൊ ഒരാൾ പറയുന്നു നാട് വികസിച്ചു. വേറൊരു കുടിയൻ വന്നിട്ട് പറഞ്ഞു, ആ പിള്ളേരെങ്ങനെ മദ്യത്തിനൊക്കെ അടിമപ്പെട്ടു പോന്നെങ്കിൽ അതിനെവിടെ നന്നാക്കാൻ ഇവിടെ പോലീസും ഗവൺമെന്റും ഒക്കെ ഉണ്ട്, അതിനിടെ നിങ്ങൾ കിടന്ന് തൊണ്ട കീറണ്ട. അപ്പൊ പലരുടെയും ചിന്ത ഇങ്ങനെയൊക്കെയാ. ഇവിടെ അങ്ങനെ പിള്ളേർ തലമുറകൾ നശിച്ചു പോകുന്നെങ്കിൽ അതിനെ നന്നാക്കാൻ ഇവിടെ പോലീസും ഗവൺമെന്റും ഉണ്ടെന്ന് ഒരു പക്ഷം, നാട് വികസിച്ചെന്ന് വേറൊരു പക്ഷം. ഞാനൊരു കാര്യം നെന്മാറയോട് ചോദിക്കട്ടെ, പോലീസും ഗവൺമെന്റും ഇന്നലെയും മെനിഞ്ഞാന്നും ഒക്കെ ഉണ്ടായി വന്നവരൊന്നുമല്ല. കേരളക്കരയിൽ നമ്മൾ ഓർമ്മ വെച്ച കാലം മുതൽ നമ്മെ മാറി മാറി ഭരിക്കുന്ന ഗവൺമെന്റുകൾ ഇവിടെ ഉണ്ട്, പോലീസ് അധികാരികളുണ്ട്, എഴുതപ്പെട്ട ഇന്ത്യൻ ഭരണഘടന നമുക്കുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും ഞാൻ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം വരെ എത്രയോ പേര് മാറി മാറി ഭരിച്ചിട്ടും ഈ ലഹരി എന്ന വിപത്തിൽ നിന്ന് ഈ യുവതലമുറയെ രക്ഷിച്ചെടുപ്പാൻ ഇവിടുത്തെ ഒറ്റ ഭരണകൂടങ്ങൾക്കും അധികാരവർഗങ്ങൾക്കും ഈ നിമിഷം വരെ കഴിഞ്ഞിട്ടില്ല എന്നതിന്റെ തെളിവാണ് ഞങ്ങൾ ഇങ്ങനെ പ്രസംഗിക്കേണ്ടി വരുന്നത്. ആമേൻ. എന്തുകൊണ്ട് കഴിഞ്ഞില്ല? ഒറ്റ മറുപടി. ഞാൻ നെന്മാറയോട് ചോദിക്കട്ടെ ഒരു ചോദ്യം, ഇവിടെ ആരാണ് കുടിക്കാൻ കൊടുക്കുന്നത്? നിങ്ങളൊരു മറുപടി സത്യസന്ധമായി പറയും, സർക്കാർ. അപ്പൊ കുടിച്ചവനെ കൊണ്ട് പിഴ അടപ്പിക്കുന്നത് ആരാണ്? അതിന് ഒറ്റ മറുപടിയെ പറയത്തുള്ളൂ, സർക്കാർ. അപ്പൊ കുടിക്കാൻ കൊടുക്കുന്നതും സർക്കാർ, കുടിച്ചവനെ കൊണ്ട് പിഴ അടപ്പിക്കുന്നതും സർക്കാർ. നാടകമായി കൊണ്ടിരിക്കുന്ന ഉലകം, കോമാളികളായി ജീവിക്കുന്ന കുറെ മനുഷ്യക്കോലങ്ങൾ. അപ്പോഴാ വേറൊരു ചേട്ടൻ പറയുന്നത് നാട് വികസിച്ചു. എന്താ ചേട്ടാ ഈ വികസനം? അയാൾ പറയുക, 1 രൂപയ്ക്കൊക്കെ അരി കിട്ടിയില്ലയോ, ഇനി എന്താ വേണമെന്നായി പറയുന്നതെന്ന്. ഇപ്പൊ ചില അണ്ണന്മാരുടെ ചിന്ത 1 രൂപയ്ക്ക് അരി കിട്ടിയത് കൊണ്ട് നാട് രക്ഷപ്പെട്ടു, വികസിച്ചു. ഈ വികസനത്തെ കുറിച്ച് 2 മിനിറ്റ് നെന്മാറയോട് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്താ, ഈ 1 രൂപയുടെ 2 രൂപയുടെ അരി വാങ്ങാൻ സർക്കാരിന്റെ നീതി സ്റ്റോറിൽ ക്യൂ നിൽക്കാൻ പോകുന്നത് ആരാ? വെയിലത്ത്. അംബാനി പോകത്തില്ല, നെന്മാറയിലെ ഒറ്റ പണച്ചാക്കുകളും പോകത്തില്ല, ടാറ്റ ബിർള ഒന്നും വരത്തില്ല. പിന്നെ ആരാ? പാവപ്പെട്ട തൊഴിലുറപ്പെട്ട ആപ്പിക്കും കൂലിപ്പണി കുടുംബശ്രീ പാവങ്ങളാണ് 1 രൂപയുടെ 2 രൂപയുടെ അരിക്ക് സർക്കാരിന്റെ നീതി സ്റ്റോറിൽ ക്യൂ നിൽക്കാൻ പോകുന്നത്. ശരിയല്ലേ? ശരിയാ. ഇതേ പാവങ്ങളാണ് സർക്കാരിന്റെ വേറൊരു ആഫീസിലും പോകുന്നത്. ഏത് ആഫീസാണ്? പാവങ്ങളുടെ ആഫീസ്, ബിവറേജ് കോർപ്പറേഷൻ. അതും പാവങ്ങളുടെ ആഫീസാണ്. ഈ 2 ആഫീസും തമ്മിൽ ഒരു ചേട്ടാനിയം ബന്ധമുണ്ടെന്ന് നെന്മാറയിലെ ഒറ്റ കുടിയൻ ഇന്നു വരെ അറിയത്തില്ലല്ലോ. ഏത്? നീതി സ്റ്റോറും ബിവറേജും തമ്മിൽ ചേട്ടാനിയം ബന്ധമോ? അതേന്നേ. അതെന്ത് ബന്ധം? പറഞ്ഞു തരാം, കാതു തുറന്ന് കേട്ടോണം. ഒരു സാധാരണ കൂലിപ്പണിക്കാരന്റെ ജീവിതം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം. അവൻ വൈകുന്നേരം വരെ അധ്വാനിച്ചു, വൈകിട്ട് കയ്യും കാലും മുഖവും കഴുകി 500 രൂപ ശമ്പളം മേടിച്ച് പോക്കറ്റിൽ വെച്ചു, നേരെ നടക്കുകയാണ്. എവിടെ? ബിവറേജിലേക്ക്. തലേ തോർത്തു വിട്ടുകൊണ്ട് പമ്മി നിൽക്കുകയാണ് കുപ്പിയെടുക്കാൻ. തൊട്ടു പുറകെ ഹെൽമറ്റ് വെച്ചോണ്ട് മോൻ നിപ്പുണ്ട്, അത് പുള്ളി അറിയുന്നില്ല. അപ്പൻ തോർത്തിട്ടോണ്ട് മോ ഹെൽമറ്റ് വെച്ചോണ്ട് 2 പേരും പമ്മി നിൽക്കുന്നു കുപ്പിയെടുക്കാൻ. 500-ൽ 400 കൊടുത്ത് കുപ്പിയെടുത്തു അപ്പൻ. ബിവറേജിന്റെ മൂലയിൽ മാറിയിരുന്ന് കുപ്പി അടിച്ചു തീർത്തു. അപ്പൻ പിറ്റായി, കുപ്പി കാലിയായി, മിച്ചം 100ആയി. ശ്രദ്ധിച്ചു കേട്ടോണം. കാലിക്കുപ്പിയും കൊണ്ട് അപ്പൻ ആടി ആക്രിക്കട വന്നു. കാലിക്കുപ്പി അവിടെ കൊടുത്തു, കുപ്പിക്ക് കിട്ടി 3 രൂപ. അരിക്ക് 1 രൂപയല്ലേ ഉള്ളൂ. ഇപ്പൊ 3 കിലോ അരി വീട്ടിലെത്തും, പെണ്ണും പിള്ളയ്ക്കും പരാതിയില്ല. 3 കിലോ അരിയും കൊണ്ട് ആടി വീട്ടിൽ പോകുന്ന കുടിയൻ അറിയുന്നില്ല. 1 രൂപയ്ക്ക് അരി കിട്ടിയപ്പോൾ അരിവിലയുടെ എത്രയോ മടങ്ങ് കുപ്പിയുടെ രൂപത്തിൽ സർക്കാരിന്റെ ഖജനാവിൽ തിരിച്ചു കൊടുത്തേച്ചാണ് ഇവൻ പോകുന്നത്. അധ്വാനിച്ച പണം അതവൻ അറിയുന്നില്ല. എന്നിട്ട് അതേ കുപ്പിയുടെ പുറത്ത് വെണ്ടയ്ക്ക പോലെ എഴുതി വെച്ചിരിക്കുന്നു, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം പോലും. എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കിയേ. എടോ, ആരോഗ്യത്തിന് ഹാനി വരുന്ന വിഷമാണെങ്കിൽ പിന്നെ ഈ പുല്ലെന്തിനാ കൊടുക്കുന്ന? കൊല്ലാനോ? ഇതങ്ങ് നിർത്തിക്കൂടെ? അയ്യോ, അങ്ങനെ പറയില്ല ഉപദേശി. ഇത് കൊടുത്തെങ്കിലേ 1 രൂപയ്ക്ക് അരിയുള്ളൂ. കാരണം ഇതിൽ പോകുന്ന വരുമാനം ഇരട്ടിക്കിരട്ടിൽ അതിൽ പിടിച്ചോണ്ടിരിക്കുകയാണ്. ഇത്രയും വരുമാനം കിട്ടുന്ന സാധനം പൂട്ടാനോ? ഒന്ന് പോടോ. അതാണ് ചേട്ടാനിയം ബന്ധം. ഇത് കുടിയൻ അറിയത്തില്ല. അവൻ മിച്ചം 100 പോക്കറ്റ് തിരികി ആടി കൈനറ്റ്
കയറ്റിക്കൊണ്ടായി എടുത്ത് വീട്ടിലേക്ക് പോകുമ്പോൾ ദാ വരുന്നു അടുത്ത ഇരുട്ടടി. ഏത്? ആ വളവ് തിരിഞ്ഞപ്പോൾ ഒളിച്ചിരുന്ന് നിരപിടിക്കുന്ന ജീവി പിടിച്ചു. ഊതടാന്ന് പറഞ്ഞു ഊതി, ബാക്കി 100 അവനും കൊണ്ടുപോയി. ചുരുക്കി പറഞ്ഞാൽ അധ്വാനിച്ച് 500 കയ്യിൽ നിന്ന് പോയപ്പോൾ 3 കിലോ അരി കിട്ടിയതിന്റെ പേരാണ് നേരത്തെ ചേട്ടൻ പറഞ്ഞ വികസനം എന്ന് പറഞ്ഞാൽ വിൽക്കുന്നിടത്ത് പോലീസ് കാവല്, വിറ്റ് കഴിഞ്ഞാൽ വളവില്. ഒന്നുകൂടെ പറയാം, വിൽക്കുന്നിടത്ത് അടി ഉണ്ടാകാതിരിക്കാൻ പോലീസ് കാവല്, വിറ്റ് കഴിഞ്ഞാൽ അടുത്ത വളവില്. കാരണം ഇവൻ അതിലെയാണല്ലോ വരുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നാടകമായിക്കൊണ്ടിരിക്കുന്ന ഉലകത്തിൽ കോമാളികളായി ജീവിക്കുന്ന കുറെ മനുഷ്യക്കോലങ്ങളായി ഇവിടെ പൊതുജനം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും രസകരമായ ഒരു ചിന്ത കൂടെ നിങ്ങളോട് പറയാം, ഇച്ചിരി രസമുള്ളൊരു ചിന്ത. ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു വകുപ്പ് ആര് ഭരിച്ചാലും, അത് ഇന്ന ആള് ഭരിച്ചോണ്ടാന്നൊന്നും ഞങ്ങൾ പറയത്തില്ല. കാരണം ഞങ്ങൾ ആര് ഭരിച്ചാലും ഞങ്ങൾക്ക് വിഷമമുള്ളവരല്ല, അതിലൊന്നും പരാതിയുള്ളവരുമല്ല. ആര് വേണമെങ്കിലും ഭരിച്ചോട്ടെ. പക്ഷേ ആര് ഭരിച്ചാലും എന്ത് ചെയ്യും? ഇടയ്ക്ക് ഒരു വകുപ്പ് ഈ പഴക്കടയിലും പച്ചക്കറിക്കടയിലും ഒക്കെ ഒരു മിന്നൽ പരിശോധന നടത്തും. ഏത് വകുപ്പ്? ആരോഗ്യ വകുപ്പ്. അപ്പൊ ഇവിടുത്തെ ഓട്ടോറിക്ഷ ചേട്ടന്മാർ ഈ ആരോഗ്യ വകുപ്പുകാരോട് ചോദിക്കണം, സാറേ ദേ ആ പഴക്കടക്കാരൻ വർഷങ്ങളായിട്ട് ഞങ്ങൾക്കറിയാം, അയാൾ മായമൊന്നും ചേർക്കുന്ന ആളല്ല, അയാൾ ഒരു നല്ല മനുഷ്യനാ, നിങ്ങൾ അയാളെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറഞ്ഞാൽ ആരോഗ്യ വകുപ്പുകാർ തിരിച്ച് നിങ്ങൾക്ക് തരുന്നൊരു മറുപടി ഉണ്ട്. അല്ലയോ ഓട്ടോ ചേട്ടാ, ഞങ്ങൾക്ക് വേണ്ടിയല്ല ഞങ്ങൾ ഈ കഷ്ടപ്പെട്ട് ഈ കടയൊക്കെ കയറി ഇറങ്ങി പരിശോധിക്കുന്നത്. പിന്നെ ആർക്ക് വേണ്ടിയാ? നിങ്ങൾക്ക് വേണ്ടി, പൊതുജനത്തിന് വേണ്ടി, നമുക്ക് വേണ്ടിയോ? അതെ. അതെന്താ? ഈ ഇരിക്കുന്ന പഴക്കടയിൽ, ഈ ഇരിക്കുന്ന മാങ്ങയിലും തേങ്ങയിലും മത്തങ്ങയിലും മുന്തിരിയിലുമൊക്കെ ഈച്ചയ്ക്കും പൂച്ചയ്ക്കും അടിക്കുന്ന മരുന്ന് തളിച്ചിട്ടുണ്ടെങ്കിൽ അത് പൊതുജനം കഴിച്ചു പോയാൽ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി വഷളാകും, നിങ്ങളുടെ ശരീരത്തിന് ദോഷം വരും. അപ്പൊ ഗവൺമെന്റിന് നിങ്ങളോടുള്ള സ്നേഹം മൂത്തിട്ടാണ് ഞങ്ങളെയൊക്കെ പരിശോധനയ്ക്ക് അയക്കുന്നത്. ഒരു കയ്യടി കൊടുക്കാം ആ സ്നേഹത്തിന്. എന്നാൽ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ, നിസാരപ്പെട്ട ഈച്ചയ്ക്കും പൂച്ചയ്ക്കും അടിക്കുന്ന മരുന്ന് നമ്മുടെയൊക്കെ ശരീരത്തിൽ പോയാൽ നമുക്കൊക്കെ എന്തരോ പറ്റുമെന്നുള്ള സ്നേഹം കൊണ്ട് ഗവൺമെന്റിന്റെ ഒരു വകുപ്പ് കടയടയ്ക്കാൻ നടക്കുമ്പോൾ അതേ ഗവൺമെന്റിന്റെ മറ്റൊരു വകുപ്പ് ആരോഗ്യത്തിന് ഹാനികരമെന്ന് വെണ്ടയ്ക്ക പോലെ എഴുതി വെച്ച വിഷം വിറ്റ് ഖജനാവ് നിറയ്ക്കുകയാ. അല്ല, ഒരു ചോദ്യം, ഈച്ചയ്ക്കും പൂച്ചയ്ക്കും അടിക്കുന്ന മരുന്ന് നമ്മുടെ ശരീരത്തിൽ പോയാലേ കുഴപ്പമുള്ളൂ? ഈ കണ്ണും കരലും കിഡ്നി അടിച്ചു കളയുന്ന ഈ വിഷം അകത്ത് എന്ന പ്രശ്നമൊന്നുമില്ലേ? അപ്പൊ സ്നേഹം എന്തൊരു സ്നേഹ! അപ്പൊ ഇവിടെ നടക്കുന്നതൊന്നും സ്നേഹമല്ല കുഞ്ഞേ, തന്ത്രമാണ് നടക്കുന്നത്. ഇത് തിരിച്ചറിയാതെ കുറെ പിള്ളേര് ആർക്കൊക്കെയോ വേണ്ടി കൊല്ലാനും ജാകാനും ഒക്കെ മെനക്കെട്ട് നടക്കുക. എന്നെ കേൾക്കുന്ന യുവ സഹോദരന്മാരെ, യുവ സ്നേഹിതരായ ചെറുപ്പക്കാരെ, നിങ്ങൾ ആർക്ക് വേണ്ടി ചാകാൻ നടന്നാലും കൊല്ലാൻ നടന്നാലും നിങ്ങളുടെ ഇരു പാർട്ടിയുടെയും നേതാക്കന്മാര് അടുത്ത വേദിയിൽ കാണുമ്പോൾ തമ്മിൽ തമ്മിൽ കെട്ടിപ്പിടിച്ച് കയ്യും കൊടുത്ത് ക്യാമറയുടെ നേരെ നോക്കി ഒരു വളിച്ച ചിരിയും ചിരിച്ച് അവര് നിൽക്കും. നിന്നെ 10 മാസം ചുമന്ന പെറ്റതള്ളയും നിന്റെ തോളെ കൈയിട്ടുകൊണ്ട് സ്കൂളിൽ പോയ കൂടപ്പുറപ്പിന്റെ കണ്ണും നിന്നെ ഓർത്ത് കരയുമെന്നല്ലാതെ മറ്റൊരു ചരിത്രവും ഇവിടെ ഉണ്ടായിട്ടില്ല. അങ്ങനെയെങ്കിൽ ഗവൺമെന്റ് ആര് മാറി ഭരിച്ചാലും ഈ വിപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിപ്പാൻ കഴിയത്തില്ല. കാരണം കുടിക്കാൻ കൊടുക്കുന്നതും അവര് തന്നെയാണ്. അപ്പോൾ അടുത്തൊരു ചിന്ത, ശരി ഗവൺമെന്റിന് പറ്റുന്നില്ല, ഓക്കെ, പോലീസുകാരുടെ എണ്ണം കൂട്ടി നോക്കാം. പാതിരാത്രിയിൽ ഡൽഹി പട്ടണത്തിൽ ഒരു പെൺകുട്ടിയെ പിച്ചു ചിന്തി റോഡിലേക്ക് വലിച്ചെറിഞ്ഞ വാർത്ത പത്രദ്വാര വന്നപ്പോൾ അന്നത്തെ ഗവൺമെന്റ് അധികാരത്തിലുള്ള ഗവൺമെന്റ് പറഞ്ഞു, ഇനി സ്ത്രീകളുടെ നേരെ ലൈംഗിക ചേഷ്ടകൾ കാണിച്ചാൽ പോലും അതും കുറ്റകൃത്യത്തിൽ പെടുത്താം എന്നൊരു ബില്ല് പാസാക്കാം. നല്ല കാര്യം. പക്ഷേ അത് പറഞ്ഞ് ഒരാഴ്ച തികയും മുമ്പേ അടുത്ത മലയാളി നേഷനെ കൂട്ടമാനഭംഗം ചെയ്ത വാർത്ത അതേ പത്രത്തിൽ വായിച്ചു ഞാൻ. എവിടെ മാറ്റമുണ്ടായി? എന്തിനധികം ഈ അടുത്ത കാലത്തൊരു പോലീസ് അധികാരി ഋഷിരാജ് സിംഗ് അദ്ദേഹം പറഞ്ഞു, 14 സെക്കൻഡ് സ്ത്രീയെ നോക്കിയാൽ അത് പീഡനത്തിൽപ്പെടുത്താം, ഒരു വകുപ്പ് കൊണ്ടുവരാം. പ്രായപൂർത്തിയാകാത്ത കൊച്ചു പിള്ളേർ ചോദിച്ച മറുചോദ്യം കേൾക്കണോ? 13 സെക്കൻഡ് നോക്കി വെച്ച് കണ്ണടച്ചാ കുഴപ്പമുണ്ടോ സാറേ എന്ന്. എന്താ കാര്യം? നിയമം എത്ര കാഠിന്യപ്പെടുത്താൻ ശ്രമിച്ചാലും അതിനെയൊക്കെ വളരെ ലാഘവത്തോടെ കാണാൻ കഴിയുന്ന ഒരു കമ്പ്യൂട്ടർ തലമുറ ഇവിടെ വളർന്നു കഴിഞ്ഞു. അവർക്കറിയാം 3 വയസ്സുകാരിയെ പീഡിപ്പിച്ചാലും 90-കാരിയെ പീഡിപ്പിച്ചാലും ഒരുത്തന്റെ കൈയും കാലും വെട്ടിയെറിഞ്ഞാലും എറിയാൻ കുറച്ച് പണവും വാദിക്കാൻ ആളൂരിനെ പോലെയുള്ള വക്കീലന്മാരുമുണ്ടെങ്കിൽ ഗോതമ്പുണ്ടെന്ന് തടിച്ചു കൊടുത്ത് സിനിമാ നടനെ പോലെ ഇറങ്ങി വരാം എന്നൊരു ധൈര്യം പുതിയ തലമുറയ്ക്ക് കാണിച്ചു കൊടുത്തു നിയമസംഹിതകൾ. എവിടെയാണ് മാറ്റം?
പോലീസ് അധികാരികളുടെ എണ്ണം കൂടിയതുകൊണ്ട് ഈ വിപത്തിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെടുന്നില്ല. ഇന്ന് നെന്മാറയിൽ എന്നെ കേൾക്കുന്ന ബഹുമാനപ്പെട്ട കുടിയ, നിന്റെ കണ്ണ് തുറന്ന് നീ ഒന്ന് തിരിച്ചറിയണം. നീ കൊണ്ടു കൊടുക്കുന്ന 30, 40, 50 കൊണ്ട് മധ്യരാജാക്കന്മാർ അവന്റെ മക്കളെ പഠിപ്പിച്ച് ഡോക്ടറാക്കുന്നു, എഞ്ചിനീയർ ആക്കുന്നു, വിദേശ രാജ്യങ്ങളിൽ അയച്ച് പഠിപ്പിക്കുന്നു. നീ കൊടുത്ത കാശ് കൊണ്ട് അവന്റെ മോൻ ഡോക്ടറായി കഴുത്തെ കുഴലും തൂക്കി ആശുപത്രി വരാന്തേ കൂടെ കുടുങ്ങി നടന്നു വരുമ്പോൾ ഇന്ന് മദ്യപാനിയായ നീ നാളെ അവന്റെ മുമ്പിൽ പോയി നെഞ്ചും വിരിച്ച് കിടക്കുകയാ. നീ കൊടുത്ത കാശ് കൊണ്ട് ഡോക്ടറായവൻ നിന്റെ നെഞ്ചത്ത് കുഴൽ വെച്ചിട്ട് പറയും, നന്ദിയുണ്ട് ചേട്ടാ, നന്ദിയുണ്ട് കേട്ടോ. എന്തിനാ? ചേട്ടൻ കൊണ്ടു കൊടുത്ത 30, 50 കൊണ്ട് എന്റെ പപ്പ എന്നെ ഡോക്ടറാക്കിയെന്ന് അവൻ മനസ്സിൽ പറയുമ്പോൾ മദ്യപാനി നീയോ, നിന്റെ കരൾ അരിപ്പായി, നിന്റെ ഹാർട്ട് വീക്കായി, നീ അവന്റെ മുമ്പേ മലന്ന് കിടക്കുമ്പോൾ മദ്യപാനി നിന്റെ വീട്ടിൽ ദാ വളർന്നു വരുന്നു മറ്റൊരു ജൂനിയർ കുടിയൻ. മദ്യം കഴിക്കുന്ന സുഹൃത്തെ, അനേക കുടുംബങ്ങളെ തച്ചുടച്ചുകൊണ്ട്, അനേക സഹോദരിമാരെ വിധവ വേഷം കെട്ടിച്ചുകൊണ്ട്, അനേക കൊച്ചു കുഞ്ഞുങ്ങളെ അനാഥരാക്കി മാറ്റിക്കൊണ്ട്, അനേക കുടുംബങ്ങളെ തകർത്തെറിഞ്ഞ ചരിത്രമല്ലാതെ മദ്യവും ലഹരിയും ഒരു കുടുംബത്തെയും അനുഗ്രഹിച്ച ചരിത്രം ഇന്ന് വരെയില്ല. മദ്യപാനികളുടെ കുടുംബം തകരാൻ വലിയ കാരണങ്ങളൊന്നും വേണ്ട. ഈ അടുത്ത കാലത്തൊരു ചേച്ചി പറഞ്ഞു പോലും, പാവപ്പെട്ടവൾ തൊഴിലുറപ്പിന് പോകുന്ന സ്ത്രീയ, വെട്ടിക്കളച്ച് കിട്ടിയത് കൊണ്ടുവന്ന് ഇച്ചിരി കഞ്ഞിയും വെച്ചൊരു മുട്ടയും പൊരിച്ചു വെച്ചു കുടിയൻ. ആടി വന്നിട്ടൊരൊറ്റ ചോദ്യം, പുഴുങ്ങണ്ടതിന് പകരം പൊരിച്ചോടിയും മുട്ട. അന്നത്തിടി അതിനായിരുന്നു. ഇടി പേടിച്ച സഹോദരി പിറ്റേന്ന് പുഴുങ്ങി വെച്ചു, അപ്പോഴോ പൊരിക്കണ്ടതിന് പകരം പുഴുങ്ങിയോടി മുട്ട. അന്ന് ഇടിയാണ്. 3-ാം ദിവസം ഇടി പേടിച്ച സഹോദരി ഒരു മുട്ട പുഴുങ്ങിയും വെച്ചൊരെണ്ണം പൊരിച്ചും വെച്ചു. കുടിയൻ ആടി വന്നിട്ടൊരു ചോദ്യം, പുഴുങ്ങണ്ട മുട്ട എടുത്ത് അവള് പൊരിച്ചു വെച്ചു, പൊരിക്കണ്ട മുട്ട എടുത്ത് അവൾ പുഴുങ്ങി വെച്ചു എന്ന് പറഞ്ഞ് അന്നും ഇടിക്ക് കുറവൊന്നും വന്നില്ല. ഇല്ലാത്ത കാരണങ്ങൾ ഉണ്ടാക്കി പറഞ്ഞുകൊണ്ട്, നിസാരപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഭാര്യയും ഭർത്താവും തമ്മിലടിക്കുക. തലേന്ന് രാത്രി ഭാര്യയെ കെട്ടിപ്പിടിച്ച് അവളുടെ മുടിയോട് മൂക്ക് ചേർത്ത് കിടന്നുറങ്ങിയ മനുഷ്യന് പിറ്റേന്ന് വിളമ്പിക്കൊടുത്ത ചോറിനകത്ത് ഒരു മുടിനാരിട കണ്ടപ്പോൾ അതിന്റെ പേരിൽ അടുത്തിടി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, നിസാരപ്പെട്ട കാര്യങ്ങൾ ഊതിപ്പെരിപ്പിച്ചുകൊണ്ട് അനേക കുടുംബങ്ങളിൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല. ഇതൊക്കെ കണ്ടും കേട്ടും ഹൃദയം മുരടിച്ചു പോയ ഒരു തലമുറ ആ വീട്ടിൽ വളർന്നു വരുന്നുണ്ട്. കതകിന്റെ മൂലയിൽ പേടിച്ച് പമ്മിയിരിക്കുന്ന ഒരു പെൺകുഞ്ഞ്, അവൾക്ക് പഠിക്കാൻ കഴിയുന്നില്ല. ആ തലമുറയുടെ ഹൃദയം മുരടിച്ചു പോയി. സ്കൂളിൽ ചെല്ലുമ്പോൾ ടീച്ചർ ചോദിക്കും, എന്താ മോളെ നിനക്ക് പറ്റിയത്? നീ നല്ലപോലെ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണല്ലോ, എന്ത് പറ്റി? അവൾ പറഞ്ഞു, വീട്ടിൽ സമാധാനമില്ല, അച്ഛനും അമ്മയും എന്നും വഴക്കാണ് ടീച്ചറെ, എനിക്ക് എൻ്റെ വിഷമങ്ങൾ ആരോടും പറയാൻ കഴിയുന്നില്ല, എന്നെ ആരും സ്നേഹിക്കാനില്ല, എനിക്ക് ആരോടും ഷെയർ ചെയ്യാൻ കഴിയുന്നില്ല, എൻ്റെ ഹൃദയം വല്ലാണ്ട് മുരടിച്ചു പോയി, പഠിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അവൾ ചോദിച്ചു, ടീച്ചർ ചോദിക്കുക, എന്താ നിന്റെ അച്ഛൻ്റെ പേര്? അവൾ പറഞ്ഞു, കാലമാടൻ. അപ്പൊ അമ്മയുടെ പേരോ? മൂദേവി. ഇതെന്തായി കൊച്ചു ഇങ്ങനെ പറയുന്നത്? അവൾ പറഞ്ഞു, അവൾക്ക് ഓർമ്മ വെച്ച കാലം മുതൽ അച്ഛൻ ഗേറ്റ് കടന്ന് വരുമ്പോഴേ അമ്മ തലേ കൈ വെച്ച് പറയുന്ന ഒരു പദം കേട്ടാ വളർന്നത്, കാലമാടൻ വരുന്നുണ്ട്. അപ്പൻ ഗേറ്റ് കടന്നുറക്ക വിളിക്കും, മൂദേവിയെ. ഇത് കേട്ടുകൊണ്ടാ കൊച്ചു വളർന്നത്. മറ്റൊരു പേര് അത് കേട്ടിട്ടില്ല, അതിനറിയത്തില്ല. ഹൃദയം മുരടിച്ചു പോയ പെൺകുഞ്ഞ് 10-ാം ക്ലാസ്സിലെത്തുമ്പോൾ, സ്നേഹം കിട്ടാതെ ഹൃദയം മുരടിച്ചു പോയ പെൺകുഞ്ഞിനോട് 55 വയസ്സുകാരൻ ഫേസ്ബുക്കിനകത്ത് കൂടെ വന്നിട്ട് പറയുന്നു, മോളെ, ഞാൻ നിനക്ക് ഹോൾസെയിലായിട്ട് സ്നേഹം തരാൻ വന്നതാണ്. അടുത്ത മനോരമയിൽ ഒരു വാർത്ത, 55കാരൻ്റെ കൂടെ 10-ാം ക്ലാസ്സുകാരി ഇറങ്ങിപ്പോയി. മൂക്കത്ത് വിരൽ വെക്കേണ്ട സുഹൃത്തെ, കാരണക്കാരൻ ലഹരി തന്നെയാണ്. അപ്പൊ ഈ വിപത്തുകളെല്ലാം മനുഷ്യനെ ഇന്ന് നാശത്തിൽ നിന്ന് നാശത്തിലേക്ക്, കണ്ടുപിടുത്തങ്ങളും ഇന്റർനെറ്റും ശാസ്ത്രവും ടെക്നോളജിയും സയൻസും അതിന്റെ ഉച്ചകോടിയിലെത്തിയെന്ന് അഭിമാനിക്കുന്ന ഭാരതത്തിൽ മനുഷ്യന്റെ ധാർമ്മിക മൂല്യച്യുതി പിന്നെയും 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 അതപ്പതിച്ചു കൊണ്ടിരിക്കുന്നു. ഈ വിപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിച്ചെടുപ്പാൻ ഭരണകൂടങ്ങൾക്കും അധികാര വർഗങ്ങൾക്കും ഇന്നയോളം കഴിഞ്ഞിട്ടില്ല. ഇവിടെയാണ് ഞങ്ങളുടെ കവലപ്രസംഗത്തിന്റെ പ്രസക്തി. ആഹാ, പോലീസിനും ഗവൺമെന്റിനും ഒന്നും നന്നാക്കാൻ കഴിയാത്ത മനുഷ്യരെ നന്നാക്കുന്ന ഉപകരണം വല്ലതും വിദേശിമാരുടെ കയ്യിലുണ്ടോ? എന്നാൽ പിന്നെ ഈ ജംഗ്ഷനിലോട്ട് ഓരോന്ന് ഇറക്കി ഗ്രൗണ്ടിലോട്ട് വെച്ചാട്ടെ, ഞങ്ങൾക്ക് ഓരോന്ന് വേണം, വാങ്ങിക്കൊണ്ട് പോകാം. സ്നേഹിത, ക്ഷമിക്കണം, അങ്ങനെ ഒരു ഉപകരണവും ഞങ്ങളുടെ കയ്യിലില്ല. ഇല്ല. പിന്നെ നിങ്ങളുടെ ഈ പ്രസംഗിച്ച മൊത്തം വെറുതെയായോ? പ്രസംഗമൊന്നും വെറുതെയല്ല സുഹൃത്തെ. ഞങ്ങളുടെ കയ്യിൽ കൊണ്ടുവയ്ക്കാനുള്ള ഉപകരണങ്ങളൊന്നുമില്ല. പക്ഷേ ഇന്ന് നിങ്ങൾ ഈ വേദിയിലും ഈ ഗ്രൗണ്ടിലും വേദിയിലുമായിരിക്കുന്ന ചെറുപ്പക്കാരെ ഒന്ന് നോക്ക്. ഇവിടെ ഇരിക്കുന്നതിൽ 90% പേരും തണ്ടും തടിമെടുക്കും ആരോഗ്യമുള്ള ചെറുപ്പക്കാരാണ്. ഞങ്ങൾ ആരും ഈ പ്രസംഗം ഇഷ്ടപ്പെട്ട് ഇവരുടെ പിറകെ കൂടിയവരല്ല ഇവിടെ ഇരിക്കുന്നവര്. അല്ലെങ്കിൽ തന്നെ ഈ പ്രസംഗമൊക്കെ ആർക്കാ ഇഷ്ടം? ചുംബന സമരം നടത്തിയാൽ കാണാൻ ആയിരങ്ങൾ വരുന്ന നാടാ നമ്മുടെ നാട്. ചുംബിക്കല്ലേ എന്ന് പറയുന്നവനെ കാലേ വാരി ഭിത്തിയിലടിക്കുന്ന നാട്. അങ്ങനെയുള്ള കാലത്ത് കുടിക്കല്ലേ വലിക്കല്ലേ എന്ന് വിളിച്ചു പറയുന്ന ഈ പ്രസംഗമൊക്കെ ഇവിടെ ആർക്കാ ഇഷ്ടം?
അങ്ങനെ ഇഷ്ടപ്പെട്ട് പിറകെ കൂടിയവരല്ല ഞങ്ങളാരും. പിന്നെ എന്താ? ഞങ്ങളുടെ പലരുടെയും ഭൂതകാലം പഠിക്കുമ്പോൾ ഇന്നിവിടെ പ്രസംഗിച്ച ഇതേ മദ്യത്തിനും ഇതേ ലഹരിക്കും ഇതേ കഞ്ചാവിനും ഇതേ സാമൂഹ്യ തിന്മകൾക്കും അടിമപ്പെട്ട് അപ്പനും അമ്മയ്ക്കും നാടിനും വീടിനും പെറ്റതള്ളയ്ക്ക് പോലും തലവേദനയായി ജീവിച്ച ഭൂതകാലമുള്ളവർ ഈ ഗ്രൗണ്ടിലും വേദിയിലുമായി ഇരിപ്പുണ്ട്. അങ്ങനെയൊക്കെ നടന്ന് ആർക്കും നന്നാക്കാൻ കഴിയാത്ത പോലീസുകാരുടെ ചൂരൽവടി കാൽവെള്ളയിൽ പലവട്ടം പതിഞ്ഞിട്ടും മാനസാന്തരപ്പെടുത്തുവാൻ കഴിയാത്ത ഞങ്ങളിൽ അനേക ചെറുപ്പക്കാര് ഇന്ന് ഈ നന്മയുടെ സന്ദേശം അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെയൊക്കെ ജീവിതത്തിന്റെ ചരിത്രം മാറ്റിമറിച്ച ഒരു സന്ദേശത്തിന്റെ വക്താക്കളായിട്ടാണ് ഇന്ന് സന്ധ്യയിൽ നെന്മാറയിൽ ഞങ്ങൾ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. ഏതാണ് ആ സന്ദേശം? ഉലക ചരിത്രത്തിൽ ഇന്നയോളം ഈ നിമിഷം വരെ മത്സരിക്കാൻ ഒരു എതിരാളി പോലുമില്ലാതെ, മത്സരിക്കാൻ ഒരു എതിർ സ്ഥാനാർത്ഥി പോലുമില്ലാതെ ലോകത്തിന്റെ 5 വൻകരയിൽ ആമെ വിജയഗാഥ രചിച്ചുകൊണ്ട് കുലപാതകിയെപ്പോലും മനുഷ്യ സ്നേഹിയാക്കി മാറ്റിക്കൊണ്ട് മദ്യത്തിനും മയക്കുമനും ലഹരിക്കും സാമൂഹിക തിന്മകൾക്കും അടിമപ്പെട്ട് ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു നിരാശയുടെ നീർച്ചുഴിയിൽ നിബദിച്ചു നിരാലംബരായി നെടുവേർപ്പെട്ടുകൊണ്ടിരുന്ന അനേക ജീവിതങ്ങൾക്ക് ആശയും ആവേശവും പകർന്നുകൊണ്ട് ഒരു നന്മയുടെ ജീവിതത്തിലേക്ക് അവരെ കരം പിടിച്ചുയർത്തിയ ഒരേ ഒരു സന്ദേശം ഉലക ചരിത്രത്തിലുണ്ടെങ്കിൽ അതാണ് ഇന്ന് സന്ധ്യയിൽ നെന്മാറ ജംഗ്ഷനിൽ ഷമീർ അബ്ദുൽ സലാം പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു എന്ന സുവിശേഷത്തിന്റെ സന്ദേശം. ആമേൻ. ഈ സന്ദേശത്തിന് മാത്രമേ മാനവജാതി നന്മയിലേക്ക് നയിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഒരുപക്ഷെ രസകരമായി കേട്ടുകൊണ്ടിരുന്ന ചിലരുടെയൊക്കെ നെറ്റിയൊന്ന് ചുളിയാൻ സാധ്യതയുണ്ട്. ആഹാ, ഇത്രയും നേരം പറഞ്ഞത് കൊള്ളാം, പക്ഷേ ഇപ്പം നിങ്ങൾ മതത്തിന്റെ പ്രഭാഷണമല്ലേ നടത്തുന്നത്? സ്നേഹിത, ഇത് മതത്തിന്റെ സന്ദേശമായിരുന്നെങ്കിൽ ഇവിടെ എത്ര തോമായും കറിയായും ചാക്കോയും ഒക്കെ ഇരിപ്പുണ്ട്. അവരാരെങ്കിലും പ്രസംഗിച്ചേനെ. ഞാൻ എന്തിനാ വരുന്നത്? പാരമ്പര്യ ഇസ്ലാമിക കുടുംബത്തിൽ അബ്ദുൽ സലാം ജമീല ദമ്പതികൾക്ക് ജനിച്ചു വളർത്തപ്പെട്ടവൻ, യേശുക്രിസ്തുവിനെ ദൈവമെന്ന് തല്ലിക്കൊന്നാലും അംഗീകരിക്കാൻ പറ്റാത്ത പശ്ചാത്തലത്തിൽ വളർന്നവൻ, 16-17 വയസ്സിൽ കൂട്ടുകാരുടെ കൂട്ടത്തിൽ കൂടി തലതിരിഞ്ഞു പോയി ലോകത്തിന്റെ മോഹങ്ങളിൽ പിരിവിട്ട് കുപ്പിയെടുത്ത് വെള്ളമടിച്ചും ആളില്ലാത്ത വീട്ടിന്റെ ടെറസിന്റെ മേളിൽ കയറി പാട്ടും കൂത്തും ഗാനമേള നടത്തിയും അടുത്ത ദിവസത്തെ കുപ്പിക്ക് പണം കണ്ടെത്താൻ നാട്ടുകാരുടെ മരച്ചീനിയും തേങ്ങയും കരിക്കുമൊക്കെ ചാക്കിലാക്കിയും കൂട്ടുകാരുമായി ഉത്സവപ്പറമ്പിൽ തല്ലുമുണ്ടാക്കി നടന്നൊരു ഭൂതകാലം എനിക്കുമുണ്ട്. അന്നൊക്കെ ഇതുപോലെ കവലയിൽ കോളാമ്പിയും പിടിച്ച് മീശം പഠിച്ചു നിന്ന് അല്ലേലൂയ അല്ലേലൂയ എന്ന് പറയുന്ന ഉപദേശിമാരെ കാണുമ്പോൾ എവന്റെ ചെവിക്കല്ലിനിട്ടൊന്ന് കൊടുത്താൽ എന്താ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലവട്ടം. അതുകൊണ്ട് അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട, അതൊരു കുറ്റമൊന്നുമല്ല. എനിക്ക് എത്രയോ വട്ടം തോന്നിയിട്ടുണ്ടെന്നറിയാമോ? അങ്ങനെയൊക്കെ ചിന്തിച്ച് നടന്ന എന്റെ ജീവിതത്തിൽ 2002 പൊട്ടന്മാരെ പോലെ ഇവർ വിളിച്ചു പറയുന്ന ഈ സന്ദേശത്തിന് ഒന്ന് ചെവി കൊടുക്കാൻ മനസ്സ് കാണിച്ചപ്പോൾ അഭിമാനത്തോടെ പറയട്ടെ, ഞാൻ ജനിച്ചു വളർന്ന പട്ടണത്തിന്റെ നടുവിലെ തെരുവിൽ ഇന്നും ഇറങ്ങി നിന്ന് പ്രസംഗിക്കുന്നവനാ ഞാൻ. കാരണം എന്റെ നാട്ടുകാർക്ക് എന്നെ അറിയാം, ഇവൻ എന്തായിരുന്നു എന്നറിയാം. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ 14 വർഷമായി അതേ മാതാപിതാക്കൾക്ക്, സഹോദരങ്ങൾക്ക്, സമൂഹത്തിനും കൊള്ളാവുന്ന ഒരു മകനാക്കി ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയ ഒരേ ഒരു സന്ദേശം ഉലക ചരിത്രത്തിലുണ്ടെങ്കിൽ അതത്രേ ഞങ്ങൾ വിളിച്ചു പറയുന്ന ശ്രീ യേശു ക്രിസ്തു എന്ന ഏക സത്യം നിത്യ സുവിശേഷത്തിന്റെ സന്ദേശം. തീർന്നില്ല. കൊല്ലത്ത് നിന്ന് വാഹനം ഓടിച്ചു വന്ന എൻ്റെ കൂടെ കോട്ടയത്ത് നിന്ന് ഞങ്ങളുടെ മറ്റൊരു സഹോദരൻ കയറിയിട്ടുണ്ട്. അദ്ദേഹം ഈ ഗ്രൗണ്ടിനകത്തിരിപ്പുണ്ട്. അദ്ദേഹത്തിന്റെ പേര് രാജു എന്നാണ്. ഇന്ന് കവലകളിൽ ഞങ്ങളോടൊപ്പം സഞ്ചരിച്ച രാജു കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് വന്ന് ചോദിക്കണം, ഇവിടെ ഒരു രാജുവിനെ അറിയാമോ? ഇവിടെ എത്ര രാജുവുണ്ട്? ഞങ്ങൾക്കറിയത്തില്ല. നിങ്ങൾ വീണ്ടും ചോദിക്കണം, അല്ലല്ല മൂർഖൻ രാജുവിനെ അറിയാമോ? മൂർഖന്, അവനെ അറിയാം. ആ സഹോദരന്റെ വീട് കൊണ്ട് കാണിച്ചു തരും. ഇവിടെയുണ്ട്, ഗ്രൗണ്ടിൽ എവിടെയോ പമ്മി നിപ്പുണ്ട്. പറയട്ടെ, മൂർഖൻ രാജുവിന്റെ വീട് കൊണ്ടുപോയി കാണിച്ചു തരും. കാരണം പോലീസിന്റെ റെക്കോർഡിൽ അദ്ദേഹത്തിന്റെ വട്ടപ്പേര് മൂർഖൻ രാജു എന്നാണ്. മൂർഖൻ രാജു എന്ന വട്ടപ്പേര് കോട്ടയം ടൗണിൽ വിവിധ ഗുണ്ടാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ജീവിച്ച മനുഷ്യൻ, അപ്പനും അമ്മയ്ക്കും നാടിനും വീടും തലവേദനയായി ജീവിച്ച മനുഷ്യൻ, പോലീസിന്റെ മർദ്ദനമുറകൾക്ക് മാനസാന്തരപ്പെടുത്താൻ കഴിയാത്ത മനുഷ്യൻ, നാട്ടുകാർക്കും പെറ്റതള്ളയ്ക്കും തലവേദനയായി നാട് കടത്തി ഗുജറാത്തിലേക്ക് വടക്കേ ഇന്ത്യയിൽ ഹിന്ദിക്കാരുടെ ചെന്ന് മൂർഖൻ രാജു ഭായിയായി അവിടെ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തി. അവിടെയും നിരവധി കേസുകളിൽ പ്രതിയായി അനന്തരം സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ട ഒരു ഭ്രാന്തനെ പോലെ അലഞ്ഞു തിരിഞ്ഞു നടന്ന മൂർഖൻ രാജുവിന്റെ ചെവിയിൽ ഞങ്ങൾ വിളിച്ചു പറയുന്ന സുവിശേഷത്തിന്റെ സന്ദേശം കടന്നു ചെന്നപ്പോൾ അതേ കോട്ടയം പട്ടണത്തിൽ അതേ കുടുംബത്തിന് സമൂഹത്തിന് കൊള്ളാവുന്ന ഒരു നല്ല ചെറുപ്പക്കാരനാക്കി മൂർഖൻ രാജുവിനെ കോട്ടയം പട്ടണത്തിന് തിരിച്ചു കൊടുത്ത ഒരേ ഒരു സന്ദേശം ഉലക ചരിത്രത്തിലുണ്ടെങ്കിൽ അതത്രേ ഞാൻ പ്രസംഗിക്കുന്ന ക്രിസ്തുവിന്റെ സുവിശേഷം. ഇത് അക്രമത്തിന്റെ മാർഗത്താലല്ല സുഹൃത്തേ, പീഡനത്തിന്റെ മാർഗത്താലല്ല, വാള് കാണിച്ചിട്ടല്ല, ബോംബ് പൊട്ടിച്ചിട്ടല്ല, ചൂരൽ വടി കൊണ്ട് ചന്തിക്കടിച്ചിട്ടുമല്ല.
അതെന്താ അങ്ങനെ പറഞ്ഞത്? ഈ അടുത്ത കാലത്ത് മറൈൻ ഡ്രൈവിലൊക്കെ ചിലർ ചൂരലുപടി കൊണ്ട് ചന്തിക്കടിച്ച് നന്നാക്കുന്ന കണ്ടു. അങ്ങനെയൊന്നും പീഡനത്തിൻ്റെ മുറകളാൽ നന്നാക്കുന്ന സന്ദേശമല്ലിത്. മറിച്ച് സ്നേഹത്തിൻ്റെ തുണ്ട് പേപ്പർ കഷ്ണങ്ങളുമായി മാനവജാതിയുടെ ഹൃദയത്തിനകത്ത് രൂപാന്തരം വരുത്തിക്കൊണ്ട് മനുഷ്യനെ ചേർത്ത് പിടിച്ച് സ്നേഹിക്കാൻ കഴിയുന്ന നന്മയുള്ള ഒരു ഹൃദയത്തിൻ്റെ ഉടമയാക്കി മാറ്റിക്കൊണ്ട് മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന സ്നേഹത്തിൻ്റെ സന്ദേശമാണ് ക്രിസ്തുവിൻ്റെ സുവിശേഷം. അതുകൊണ്ടാ കോട്ടയത്തിനടുത്ത് ചിങ്ങവനത്ത് വിവിധ ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒരു വ്യക്തിയുണ്ട്, സുരേഷ്. പത്രത്താളുകളിൽ അവനെ അറിയപ്പെടുന്നത് ചിങ്ങവനം സുരേഷ്. നിരവധി കേസുകളിൽ പ്രതിയായ മനുഷ്യൻ ചിങ്ങവനം സുരേഷ്. നിരവധിയായ മർദ്ദനമുറകൾ പോലീസുകാരിൽ നിന്ന് ഏറ്റുവാങ്ങി ഇടികൊണ്ട് പഞ്ചറായി ഇഞ്ചപ്പരുവത്തിൽ കിടക്കുന്ന സുരേഷ് ഒറ്റ കുറ്റവും സമ്മതിച്ചില്ല കേട്ടോ. ഇടികൊണ്ട് തളർന്ന് ജയിലിൽ കിടക്കുന്ന സുരേഷിനെ കണ്ടൊരു പോലീസുകാരന് സങ്കടം തോന്നി. കോൺസ്റ്റബിളിനോട് പറഞ്ഞു 2 പൊറോട്ട അവന് മേടിച്ചു കൊടുക്കാൻ പറഞ്ഞു. 2 പൊറോട്ട ഓമെ മേടിച്ചു കൊടുത്ത് ആ ഇരുമ്പഴിക്കകത്തോട്ട് വലിച്ചെറിഞ്ഞു കൊടുത്ത് പോലീസുകാരൻ പോയി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ജയിലിനകത്തുനിന്ന് ചിങ്ങവനം സുരേഷിന്റെ നിലവിളി, അയ്യോ ഞാനൊരു പാപിയാണ്, ഞാൻ ഇത്ര മോഷണങ്ങൾ നടത്തിയിട്ടുണ്ട്, ഞാൻ ഇത്ര തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്ന് വിളിച്ചു പറയുന്ന സുരേഷ്. പോലീസ് അധികാരികൾ ഓടിച്ചെന്ന് ചോദിച്ചു, സുരേഷ് നിനക്ക് വട്ടായോടാ? നിനക്ക് വട്ടായോ? ഇത്രയധികം ഇടി നിന്റെ ശരീരത്തിൽ ഇടിച്ചിട്ടും ഒറ്റ കുറ്റം പോലും സമ്മതിക്കാത്ത നീ വിളിച്ചു പറയുന്നു ഞാൻ ഇത്ര തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്ന്, നിനക്ക് വട്ടായോ? സുരേഷ് പറഞ്ഞു, എനിക്ക് വട്ടായതല്ല. പിന്നെ എന്താ? റോഡിൽ കൂടെ നടന്നുപോയ ഏതോ ഒരു ഉപദേശി ഹോട്ടലുകാരന് കൊടുത്ത ഒരു സുവിശേഷ പേപ്പർ കഷണം ഹോട്ടലുകാരന് ഇച്ചിച്ചിയായിട്ട് തോന്നി, മാറ്റിവെച്ചു. ആ ഹോട്ടലിൽ സപ്ലയറായിട്ട് നിൽക്കുന്ന മനുഷ്യൻ ആ സുവിശേഷ പേപ്പറിനകത്താണ് സ്നേഹിത 2 പൊറോട്ട പൊതിഞ്ഞ് സുരേഷിന് ജനലഴിക്കോടെ ഇട്ടുകൊടുത്തത്. ആ പൊറോട്ട കഴിക്കുവാൻ പേപ്പർ കഷ്ണം അഴിച്ച സുരേഷ് വായിച്ചത് അത് ആ പാപത്തിൽ നിന്ന് മോചനം നേരുന്ന യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ സന്ദേശം ആ തുണ്ട് പേപ്പർ കഷ്ണത്തിൽ നിന്ന് വായിച്ച ചിങ്ങവനം സുരേഷ് ഇന്ന് നാടിനും വീടിനും സമൂഹത്തിനും കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരനായി മാറ്റിയത് ഇവിടുത്തെ മർദ്ദനമുറകളല്ല, ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളല്ല, ഇവിടുത്തെ അധികാര വർഗങ്ങളല്ല. ഇന്ന് സന്ധ്യയിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു എന്ന സുവിശേഷത്തിന്റെ സന്ദേശമാണ്. ആമേൻ. സമാധാനത്തിന്റെ സന്ദേശം. ഒരു വാദത്തിന് വേണമെങ്കിൽ ഇവിടെ ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികളായിരിക്കുന്ന ഒത്തിരി സഹോദരങ്ങളുണ്ട്. ഒരു വാദത്തിന് വേണമെങ്കിൽ അകത്തോട്ട് കയറി വന്ന് അവൻ നിർത്തണോ എന്ന് പറയാം, നിർത്തും. ഇതെല്ലാം അടിച്ചു പൊട്ടിക്കാം. ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന പേപ്പർ കഷ്ണങ്ങളൊക്കെ എടുത്ത് ഹാലജന്റെ മുമ്പിൽ കൊണ്ടിട്ട് പെട്രോൾ ഒഴിച്ച് നിങ്ങൾക്ക് കത്തിക്കാം. മൂർഖൻ രാജു പത്തി പിരിക്കത്തില്ല, ഷമീർ കൊല്ലം ചീത്ത വിളിക്കത്തില്ല, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ കടന്നു പോകും. പക്ഷേ ഒരു കാര്യം നെന്മാറയോട് പറഞ്ഞേച്ചേ പോകത്തുള്ളൂ. എന്താ? അതിൻ്റെ പേരിൽ നാളെ കേരളത്തിൽ ഹർത്താൽ ഉണ്ടാകത്തില്ല. അതിൻ്റെ പേരിൽ ഒറ്റ ട്രാൻസ്പോർട്ടിന് ഞങ്ങൾ കല്ലെറിയത്തില്ല. അതിൻ്റെ പേരിൽ ഞങ്ങളിൽ ഒരുത്ത മുണ്ടം മടക്കി കുത്തി തെരുവിലിറങ്ങത്തില്ല. കാരണം ഞങ്ങൾ പ്രസംഗിക്കുന്ന ക്രിസ്തുവിന് ഭൂമിയിൽ കൊട്ടേഷൻകാരില്ലാത്ത ഒരേ ഒരു ദൈവത്തെ ഇന്ന് രാത്രി ഞങ്ങൾ നെന്മാറയിൽ ഉയർത്തി കാണിക്കുന്നു. അവനത്രേ സ്നേഹത്തിന്റെ നിറകുടമായ ശ്രീ യേശു ക്രിസ്തു എന്ന സുവിശേഷത്തിന്റെ സന്ദേശം. ആമേൻ. ഈ അടുത്ത കാലത്ത് ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്ത സുവിശേഷത്തെ നാട്ടിൽ നിന്ന് നാട് കടത്തണമെന്നൊക്കെ ഒരു ചേച്ചി പറയുന്നത് കേട്ടു. ആ ചേച്ചി പറയുകയാണ്, സുവിശേഷത്തെയും മിഷണറിമാരെയൊക്കെ പഞ്ചാബിലേക്കും പാകിസ്ഥാനിലേക്കും ഒക്കെ അയക്കണമെന്നൊരു ചേച്ചി. പാവപ്പെട്ട ചെറുപ്പക്കാരുടെ ഉള്ളിൽ തീ വിഷം കുത്തി നിറയ്ക്കുന്ന ചേച്ചി അങ്ങനെ പറയുകയാ, മിഷണറിമാരെയൊക്കെ നാട് കടത്തണം. എൻ്റെ പൊന്നു ചേച്ചിയെ, ചേച്ചിയുടെ പേരിൻ്റെ അറ്റത്ത് ടീച്ചർ എന്ന പദം വരാൻ കാരണം മിഷണറിമാർ ഇവിടെ വന്ന് തുണിയുടുപ്പിച്ച് വിദ്യാഭ്യാസം നടത്തിയത് കൊണ്ടാണ്. അല്ലെങ്കിൽ ചേച്ചി ഇപ്പോഴും വെറും ശശി എന്ന പേരിൽ ഒതുങ്ങിപ്പോകുമായിരുന്നു. അങ്ങനെയെങ്കിൽ ആർക്കും ഒരു ദോഷവും ചെയ്യാത്ത സുവിശേഷത്തിന്റെ സന്ദേശത്തെ പഞ്ചാബിലോട്ടും പാകിസ്ഥാനിലോട്ടും ഒന്നും കടത്താൻ ഒരു ചേച്ചിമാരും ശ്രമിക്കണ്ട. കാരണം ഇത് കൊന്നു ജയിച്ച മാർഗമല്ല. നീ കൊന്നു തോറ്റുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ചത്ത് ജയിക്കുന്ന മാർഗമെങ്കിൽ കാൽവരിയിലെ കൊലക്കളത്തിൽ പ്രാണനെ തന്ന് മാതൃക കാണിച്ചു വന്ന യേശുക്രിസ്തുവിന്റെ മാർഗം കൊല്ലുന്ന മാർഗമല്ല, അത് ചേർത്ത് പിടിച്ച് സ്നേഹിക്കുന്ന മാർഗമാണ്. അങ്ങനെയെങ്കിൽ ഈ സുവിശേഷത്തിന്റെ സന്ദേശം നാടിനെന്നു വരെ ആർക്കും ഒരു ദോഷം കൊള്ളാവുന്നവരാക്കി തിരിച്ചു കൊടുത്ത പുണ്യം, അതാണ് സുവിശേഷം. ഇവിടെ കൂടി നിൽക്കുന്ന ഒരാൾക്ക് പറയാമോ, നിങ്ങളുടെ സുവിശേഷം കേട്ട് എൻ്റെ മോൻ കുടിയനായി നിർത്തണോ? ഇനി മേലിൽ നെന്മാറയിൽ ഇങ്ങനൊരു യോഗം നടത്തുകയില്ല. സന്ദേശമാണ് സുവിശേഷം. അനുഭവങ്ങൾ ഒത്തിരിയുണ്ട്. തിരുവനന്തപുരം തലസ്ഥാന നഗരിയുടെ ഹൃദയഭാഗത്ത് ഒരു കോളനി ഉണ്ട്. ഒരുപക്ഷെ നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടുകേട്ട് കാണും. ചെങ്കൽച്ചൂള എന്നാണ് അതിൻ്റെ പേര്. പട്ടാപ്പകൽ പോലും സഹോദരിമാർക്ക് വഴി നടക്കാൻ പറ്റാത്തവണ്ണം ക്രിമിനലുകളായ തേറ്റ അനിയും ഗോൾഡ് സുനിയും ഗുണ്ടുകാട് കൊച്ചു സാബുവും ഒക്കെ തിങ്ങിപ്പാർക്കുന്ന ചെങ്കൽച്ചൂള.
മാറി മാറി വന്ന പോലീസ് അധികാരികൾ നന്നാക്കാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു. ഗവൺമെന്റുകൾ നന്നാക്കാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു. ഒടുവിൽ 2 ഫയർഫോഴ്സ് യൂണിറ്റ്, ചെങ്കൽച്ചൂള യൂണിറ്റ് എന്ന പേരിൽ അവിടെ സ്ഥാപിച്ചുകൊണ്ട് ഒടുവിൽ വന്ന ഗവൺമെന്റ് വിധി പറഞ്ഞു, ചൂള നന്നാകത്തേയില്ല. അധികാരികളും ഗവൺമെന്റും പോലീസുകാരും പരാജയപ്പെട്ട ചെങ്കൽച്ചൂളയിൽ ഞങ്ങളെപ്പോലെ ചില ഉപദേശിമാര് തോളിൽ സഞ്ചിയുമായി പ്രവേശിച്ചു. സഞ്ചിക്കകത്ത് ബോംബില്ല സ്നേഹിത, സഞ്ചിക്കകത്ത് വാളില്ല സ്നേഹിത, സഞ്ചിക്കകത്ത് സൈക്കിളിന്റെ ജയിലില്ല സ്നേഹിത. തുണ്ട് പേപ്പർ കഷ്ണങ്ങളുമായി അതിനകത്ത് പ്രവേശിച്ചു. സ്വാഗതം ചെയ്യുന്നു നെന്മാറയെ തിരുവനന്തപുരം തലസ്ഥാന നഗരിയിലേക്ക്, ചെങ്കൽച്ചൂളയിലേക്ക്. ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാം. തേറ്റ അനിയും ഗോൾഡ് സുനിയും ഗുണ്ടകാട് കൊച്ചു സാബുവും സുവിശേഷത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കി കുഞ്ഞാടികളെ പോലെ അവരുടെ കുടുംബത്തിനും സമൂഹത്തിനും കൊള്ളാവുന്ന ചെറുപ്പക്കാരാക്കി രൂപാന്തരപ്പെടുത്തിയ സന്ദേശമാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. ആമേൻ, ആമേൻ. ഇത് സ്നേഹത്തിന്റെ സന്ദേശമാണ്. ഈ തേറ്റ അനി എന്ന് പറഞ്ഞ മനുഷ്യനെ ഒരിക്കൽ ഞാൻ പരിചയപ്പെട്ടു. ഒരിക്കൽ തേറ്റ അനി എന്നോടൊരു അനുഭവം പറഞ്ഞു. എന്താണെന്നറിയാമോ? അദ്ദേഹം ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുക ഇപ്പൊ കുടുംബമായി. അദ്ദേഹം ഒരു ദിവസം ഈ ചെങ്കൽച്ചൂളയുടെ ഒരു മറുഭാഗത്ത്, പുറകുവശത്ത് ഭാഗത്ത് ട്രാക്ട് കൊടുത്തോണ്ട് നിൽക്കുകയാണ്. തേറ്റ അനി ട്രാക്ട് കൊടുത്തോണ്ട് നിൽക്കുകയാണ്. അപ്പൊ ഇപ്പോഴത്തെ വളർന്നു വന്ന പുതിയ കുഞ്ഞുങ്ങൾ, പുതിയ ന്യൂ ജനറേഷൻ, പുതിയ പിള്ളേർ അവിടെ ഉണ്ടല്ലോ. അവര് വന്നിട്ട് ചോദിച്ചു, ഇവൻ ആരാ, ഇവിടെ എന്തുവാ ട്രാക്ട് കൊടുക്കും, ഇവിടെ എന്തുവാണെന്ന്. അല്ല, ഞാനിങ്ങനെ ഈ സുവിശേഷ പ്രതി കൊടുക്കുക, ഇവിടെ ഒന്നും നടക്കത്തില്ല, മാറിക്കിട അങ്ങോട്ടെന്ന് പറഞ്ഞ് തേറ്റ അനി കയ്യും കെട്ടി അനിച്ചേട്ടൻ അവിടെ മാറി നിന്നു. ഉടനെ ഇവരൊരു ഫോൺ അങ്ങോട്ട് എടുത്തു. ഇങ്ങോട്ട് പാടാ, ഇവിടെ ഒരുത്തൻ ഇവിടെ ഇതെല്ലാം കൊടുക്കാൻ വന്നു, ഇങ്ങോട്ട് വൈപ്പ് ഇവനെ റെഡിയാക്കണം എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരെയൊക്കെ വിളിച്ചു. 10 മിനിറ്റ് മുമ്പ് 2-3 ആട്ടോയിൽ കുറെ ചെറുപ്പക്കാരെല്ലാം വന്നിറങ്ങി. ഇവരെല്ലാവരും കൂടെ അങ്ങോട്ട് കൂടി, ആരോടാ എന്തുവാ ഏതാണോ ചോദിച്ചു. അതുകൊണ്ടല്ല, അവിടെ പിടിച്ചവിടെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ 3 ആട്ടോയിൽ വന്നിറങ്ങിയ ചെറുപ്പക്കാർ അങ്ങോട്ട് വന്ന് അനിച്ചേട്ടായി കണ്ടത്, ഓടിക്കോടാ തേറ്റ അനി എന്നും പറഞ്ഞു കണ്ട വഴി ഓടി. ആമേൻ. കാരണം അവർക്കറിയാം അനി അവിടെ ആരായിരുന്നു എന്ന്. എന്നാൽ അനിച്ചേട്ടൻ ആ പിടിച്ചു നിർത്തിയ ചെറുപ്പക്കാരനെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, നിനക്കറിയത്തില്ല, ഇതിലും വലിയ വേലത്തരങ്ങൾ ഇവിടെ കാണിച്ചു നടന്നതാ ഞങ്ങൾ. ഞങ്ങളുടെയൊക്കെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയ ഒരു സന്ദേശമുണ്ട്, ഞങ്ങളെയൊക്കെ നന്മയിലേക്ക് നടത്തിയ ഒരു സന്ദേശമുണ്ട്, ഞങ്ങളുടെ ഉടുപ്പിന്റെ പുറകിൽ നിന്ന് വാൾ നിലത്തിടിച്ചൊരു സന്ദേശമുണ്ട്, ഞങ്ങളുടെ അരക്കെട്ടിൽ നിന്ന് സൈക്കിൾ ചെയിൻ ഊരിയെറിഞ്ഞൊരു സന്ദേശമുണ്ട്. അങ്ങനെ നാടിന് കൊള്ളാവുന്ന ചെറുപ്പക്കാരാക്കി ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയ ഒരേ ഒരു സന്ദേശം ഉലക ചരിത്രത്തിലുണ്ടെങ്കിൽ അതത്രേ യേശു ക്രിസ്തു എന്ന സുവിശേഷത്തിന്റെ സന്ദേശം. ആമേൻ. അങ്ങനെയെങ്കിൽ സ്നേഹിത, സുവിശേഷം എങ്ങനെയാണ് മനുഷ്യനെ രക്ഷിക്കുന്നത്? കാതലായ ചിന്തയിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഈ സുവിശേഷം മനുഷ്യനെ ഈ തിന്മയുടെ പിടിയിൽ നിന്നും രക്ഷിച്ചെടുക്കുവാൻ കാരണമെന്താ? അതറിയണമെങ്കിൽ മനുഷ്യൻ ഈ തിന്മയുടെ പിടിയിലേക്ക് പോകാനുള്ള കാരണമെന്തെന്ന് ആദ്യം അറിയണം. ഒരിക്കൽ കോട്ടക്കൽ ബസ് സ്റ്റാൻഡ്, മലപ്പുറം ജില്ല കോട്ടക്കൽ ബസ് സ്റ്റാൻഡിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നല്ല തടിമിടുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ അടുത്തു വന്നിട്ട് പറഞ്ഞു, സാറേ എന്നെ ഒന്ന് രക്ഷിക്കുവോ? ചോദിച്ചു, എന്താ? ഓരോ ദിവസവും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്റെ കുഞ്ഞിന്റെ തലേ കൈവച്ച്, പപ്പയുടെ പൊന്നുമോളാണ്, പപ്പയുടെ ചക്കരയാണ്, പപ്പ ഇനി കുടിക്കത്തില്ലെന്ന് ആണയിട്ട് പറഞ്ഞേച്ചാ സാറേ ഇറങ്ങുന്നത്. പക്ഷെ വൈകിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ 4 കാലിലാ ചെന്ന് കയറുന്നത്. എനിക്ക് നശിച്ച ഈ ലഹരിയുടെ പിടിയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല, സാറേ എന്നെ ആര് രക്ഷിക്കും? ഒരു തടിമിടുക്കുള്ള ചെറുപ്പക്കാരൻ ചോദിക്കുക. ഞാൻ ചോദിക്കട്ടെ, എന്താണ് അതിൻ്റെ കാരണം? ഇതുപോലെ അനേകരുടെ ഉള്ളത്തിൽ ആഗ്രഹമുണ്ട്, നന്മയിലേക്ക് നടക്കണം. മറ്റൊരാൾ ഒരിക്കൽ ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന ജംഗ്ഷനിൽ വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു 5 മിനിറ്റ് മൈക്ക് തരാമോ? ഞങ്ങൾ ചോദിച്ചു, എന്താ? ഞാനൊരു തിരക്കഥാകൃത്താണ്. ഒത്തിരി നാടകങ്ങൾക്ക് ഞാൻ തിരക്കഥ എഴുതുന്നയാളാണ്. ഒരുപാട് മദ്യവിരുദ്ധ നാടകങ്ങൾക്ക് ഞാൻ തിരക്കഥ എഴുതിയിട്ടുണ്ട്. ലഹരിക്കെതിരായി ഒത്തിരി സ്കിറ്റുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം എഴുതണമെങ്കിൽ 2 എണ്ണം അകത്ത് ചെന്നാലേ എനിക്ക് എഴുത്തു വരൂ. 2 എണ്ണം അകത്ത് ചെന്നാലേ എനിക്ക് എഴുത്തു വരൂ. അങ്ങനെയെങ്കിൽ ഇത്രയും നാൾ ഇതിനെതിരെ എഴുതിയിട്ടും പറഞ്ഞിട്ടും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു മാറ്റം വരുത്താൻ കഴിയുന്നില്ല, എന്നെ ആര് രക്ഷിക്കും? മറ്റൊരനുഭവം. എറണാകുളത്തിനടുത്ത് മദ്യവിരുദ്ധ സമിതി രൂപീകരിച്ചു. എറണാകുളത്ത് പറവൂർ ഭാഗത്ത് ആലുവയ്ക്കടുത്ത്. അവിടെ ഈ ടീം രൂപീകരിച്ച ടീമിലെ 3-4 യോഗ്യരായ സഹോദരന്മാർ അവിടെ അടുത്തുള്ള ഒരു പെന്തക്കോസ് ചർച്ചിലെ പാസ്റ്ററുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ ഈ സംഘടനയുടെ പ്രസിഡന്റ് ആയിരിക്കണം.
ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാനോ? നിങ്ങളൊക്കെ യോഗ്യന്മാരായ ആൾക്കാരല്ലേ, എന്നെ കൊണ്ട് പറ്റത്തില്ല, അയ്യോ എനിക്കത് പറ്റത്തില്ലെന്ന് പറഞ്ഞു. അല്ലല്ല, നിങ്ങൾ തന്നെ ഇരിക്കണം, നിങ്ങൾ തന്നെ ഇരുന്നേ പറ്റും. അയ്യോ സാറേ അങ്ങനെ പറയില്ലേ, എനിക്കത് പറ്റത്തില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിവാകാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, അല്ല ഉപദേശി, വേറൊന്നും അല്ല, ഞങ്ങൾ ഈ മദ്യവിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ ഇത് ചെയ്യുന്നുണ്ടെങ്കിലും വൈകുന്നേരത്തെ ഇടയ്ക്ക് ഞങ്ങൾ കൂടി രണ്ടെണ്ണമൊക്കെ അടിക്കും. അപ്പം ഞങ്ങൾക്കൊരു മനസാക്ഷി കുത്തില്ലാതിരിക്കാൻ ഞങ്ങളെങ്ങനെ കയറി പ്രസിഡന്റ് സ്ഥാനത്തേക്കുന്നത്? അത് ഉപദേശി നിന്നാൽ മതി. നോക്ക്, എല്ലാവരും അങ്ങനെയാണെന്നൊന്നും ബാധിക്കുന്നില്ല, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ട. എന്നാൽ കൊച്ചിയിൽ നടന്നൊരു സംഭവം നിങ്ങളോട് പങ്കുവെക്കുക. അങ്ങനെയെങ്കിൽ ഇത് നന്മയിലേക്ക് നയിക്കുന്ന സന്ദേശം. അപ്പോൾ ഒത്തിരി പേർക്ക് ആഗ്രഹമുണ്ട് ഈ ഒരു അനുഭവത്തിലേക്ക് ഒന്ന് മാറണം, എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്ന ഒരു, എല്ലാവരും എന്നെ സ്നേഹിക്കുന്ന ഒരു നന്മയിലേക്ക് മാറാൻ കഴിയുന്നില്ല. എന്താ കഴിയാത്തേ? നിങ്ങൾ നോക്കേ, നിങ്ങളുടെ കൺമുന്നിലൂടെ ഇടഞ്ഞു പോകുന്ന ഒരു ഉറുമ്പ്, നിസാരപ്പെട്ട ഉറുമ്പ്, ആ ഉറുമ്പിന്റെ മുമ്പിൽ ഒരല്പ ഉപ്പും അല്പ പഞ്ചസാര നിങ്ങൾ ഇട്ടുകൊടുത്തേ, നോക്കി നിൽക്കണം. ഉറുമ്പെടഞ്ഞു വന്ന് പഞ്ചസാരത്തരി മാത്രം എടുത്തുകൊണ്ട് നടന്നു നീങ്ങും. സംസാരിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ചോദിക്കുക, ഉറുമ്പേ ഉറുമ്പേ, ഉപ്പും വെളുത്തിരിക്കുന്നു പഞ്ചസാരയും വെളുത്തിരിക്കുന്നു, രണ്ടും ഞങ്ങൾ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് മനുഷ്യൻ, എന്നാൽ നീ എന്തുകൊണ്ടാണ് ഈ പഞ്ചസാര മാത്രം എടുത്തത്? ഉറുമ്പിന് സംസാരിക്കാൻ കഴിയുമെങ്കിൽ ഉറുമ്പ് പറയുന്നൊരു മറുപടിയുണ്ട്, ചേട്ടാ വേറെ പ്രശ്നമൊന്നുമില്ല, എൻ്റെ ശരീരത്തിന് ദോഷം വരുത്തുന്നത് ഞാൻ എടുത്തില്ല, അത്രയേ ഉള്ളൂ. പണ്ട് കാലത്ത് നമ്മൾ പഴക്കടയിൽ വന്ന് 1 കിലോ മാമ്പഴം വേണമെന്ന് പറഞ്ഞാൽ കടക്കാരൻ തോളെ കിടക്കുന്ന തോർത്തങ്ങോട്ടെടുത്ത് ഒരൊറ്റ വീശി ഈച്ചകളെയൊക്കെ ആട്ടിപ്പായിച്ചിട്ടാണ് 1 കിലോ മാമ്പഴം നമുക്ക് തൂക്കി തരുന്നത്. അന്ന് നമ്മൾ ഹൃദയത്തിൽ പറഞ്ഞൊരു ചിന്തയുണ്ട്, ഈ കടയ്ക്ക് വൃത്തിയില്ലെന്ന് പറഞ്ഞു. എന്നാൽ ഇന്നത്തെ പഴക്കടയെ നോക്കെ, സ്കാൻ ചെയ്താൽ പോലും ഒറ്റ ഈച്ചയില്ല. എന്താ, വൃത്തി കൂടിയതാണോ? അല്ല കേട്ടോ, ഈച്ചയ്ക്കറിയാം അതിനകത്ത് വന്നിരുന്ന തട്ടിപ്പോകുന്ന രാസപദാർത്ഥങ്ങൾ അത് ഈ പുരട്ടി വെച്ചിട്ടുണ്ടെന്ന് ഈച്ചയ്ക്കറിയാം. അതുകൊണ്ട് നിസാരപ്പെട്ട ഈച്ചയും ഉറുമ്പും പോലും തന്റെ ശരീരത്തിന് ദോഷം വരുത്തുന്ന വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുമ്പോൾ, ഇതാ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്നും പുകവലി ആരോഗ്യത്തിന് ഹാനികരമെന്നും ഇതെന്റെ ശരീരത്തിന് ദോഷമാണ് വരുത്തുന്നതെന്നും മനുഷ്യൻ അറിയാവുന്ന മാതൃഭാഷയിൽ വെണ്ടയ്ക്ക പോലെ എഴുതി വെച്ചിട്ടും ഇതെന്റെ ശരീരത്തിന് ദോഷമാണെന്ന് അവൻ അറിയാമായിരുന്നിട്ടും വെളുപ്പാങ്കാലത്ത് ലുങ്കിയും വാരി ചുറ്റി വിറച്ച കൈകളുമായി ബിവറേജിന്റെ മുമ്പിലേക്ക് അവൻ പാഞ്ഞോടുന്നതെന്തേ? അവൻ അറിയത്തില്ലേ ഇത് ദോഷമാണെന്ന്? ആശുപത്രി ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, അല്ലെ കറിയാച്ച, ഷുഗർ കൂടുതലാ, പഞ്ചസാര കുറയ്ക്കണം. വീട്ടിൽ വന്ന ഉടനെ പെണ്ണുമ്പിള്ളയോട് പറഞ്ഞു, ഇനി ചായക്ക് മധുരം വിട്ടേക്കരുത്, ഞാൻ തട്ടിപ്പോകുപടി. പേടിയാ, ഡോക്ടർ പറഞ്ഞാ തിരുത്തും. ഹലോ നാരായണൻ ചേട്ടാ, പ്രഷർ കൂടുതലാ കേട്ടോ, ഉപ്പ് കുറയ്ക്കണം. വീട്ടിൽ വന്ന് പെണ്ണുമ്പിളയോട് പറയും, എടി എനിക്കിനി ഉപ്പ് കുറച്ച് തരാവൂ, ഞാൻ വേഗം തട്ടിപ്പോകും. അല്ലെങ്കിൽ അപ്പൊ ഡോക്ടർ ശരീരത്തിന് ദോഷമാണെന്ന് പറയുന്നത് ഒഴിവാക്കും. പക്ഷേ മാതൃഭാഷയിൽ ശരീരത്തിന് ദോഷമാണെന്ന് വെണ്ടയ്ക്ക പോലെ എഴുതി വച്ചിരിക്കുന്നത് കണ്ടിട്ടും ഇത് ദോഷമാണെന്ന് അറിയാമായിരുന്നിട്ടും ഈ ലഹരിയുടെ പിടിയിലേക്ക് മനുഷ്യൻ പാഞ്ഞെടുക്കുന്നതിന്റെ കാരണമെന്താ? ഒറ്റക്കാരണം വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുന്നു. മനുഷ്യന് നന്മയിലേക്ക് നടക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ആഗ്രഹിക്കുന്ന നന്മയിലേക്ക് അവനെ കടത്തിവിടാതെ ആഗ്രഹിക്കാത്ത തിന്മയുടെ പദത്തിലേക്ക് അവനെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു അദൃശ്യ ശക്തി ഈ ലോകത്തിൽ വ്യാപരിക്കുന്നുണ്ട്. ആ അദൃശ്യ ശക്തിയെ വിശുദ്ധ തിരുവെഴുത്ത് വിളിക്കുന്ന പേരാണ് സ്നേഹിത പാപം. വേദപുസ്തകം പറയുന്നു, മനുഷ്യൻ പാപിയാണ്. പാപമെന്ന ഇരുട്ട് മനുഷ്യന്റെ അകത്ത് കുടിയിരിക്കുന്നു. ഈ അടുത്ത കാലത്ത് കോട്ടയം ടൗണിലൂടെ യാത്ര ചെയ്യുമ്പോഴപ്പോ ഒരു മതിലിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു പോലും, മനുഷ്യൻ പാപി അല്ല എന്ന് എനിക്ക് ബോധിച്ചിരിക്കുന്നു, ആയതുകൊണ്ട് അവനെ പാപി എന്ന് വിളിക്കരുത് എന്ന് ബോധിനി. അപ്പൊ ബോധിനിക്ക് ബോധിച്ചു മനുഷ്യൻ പാപിയല്ലെന്ന്. കോട്ടയം ടൗണിൽ ഒരു കന്യാസ്ത്രീയെ മരിച്ച് അടക്കി കുടിയിലോട്ട് വെച്ച് യാത്ര പറഞ്ഞ് എല്ലാവരും മാറിപ്പോയി മിനിറ്റുകൾ തികയും മുമ്പേ ആ കന്യാസ്ത്രീയുടെ മൃതദേഹം തോണ്ടി പുറത്തെടുത്തു വെച്ച് അതിനകത്ത് പീഡനമഴിച്ചു വിട്ട അതേ കോട്ടയം പട്ടണത്തിൽ നിന്നുകൊണ്ട് ഒരു ബോധിനിക്ക് ബോധിച്ചു പോലും മനുഷ്യൻ ഭാവിയല്ല പോലും. നെന്മാറയിൽ അങ്ങനെ ചിന്തയുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, മനുഷ്യൻ ഭാവിയല്ല എന്ന് നിങ്ങൾ വാദിക്കുന്നെങ്കിൽ, ഒറ്റ കാര്യമുള്ളൂ, ഇന്ന് രാത്രി വീട്ടിൽ പോകുമ്പോൾ ഇവിടെയുള്ള ഒറ്റ കടക്കാരൻ കടയ്ക്ക് പൂട്ടിടരുത്. നാളെ രാവിലെ അറിയാം നെന്മാറയിൽ പാപി ഉണ്ടോ ഇല്ലയോ എന്ന്. അങ്ങനെയെങ്കിൽ സ്നേഹിത, മനുഷ്യൻ പാപിയാണ്. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. ചിലർക്കൊരു ചോദ്യം, അതൊക്കെ നിങ്ങളുടെ ക്രിസ്ത്യാനിയുടെ പുസ്തകത്തിലുള്ളതല്ലേ? അപ്പൊ ക്രിസ്ത്യാനികളല്ലേ എല്ലാവരും പാപികളാകുന്നത്? ഞങ്ങളൊക്കെ അതിൽ പെടുവോ ഉപദേശി? സഹോദര, ഈ ബൈബിൾ, ഈ വിശുദ്ധ വേദപുസ്തകം ഷമീർ എന്ന ഞാൻ ഉയർത്തിപ്പിടി
ഉയർത്തിപ്പിടിക്കുവാനുള്ള ഒന്നാമത്തെ കാരണം ഇത് മതഗ്രന്ഥമല്ല. ഈ പുസ്തകം മതം പഠിപ്പിക്കുന്നില്ല. ഇവിടെ നെന്മാറയിൽ എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ഈ കൊച്ചു പുസ്തകത്തിൽ മതത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് എന്ന് ഒരു വാക്യം, ഒരേ ഒരു വാക്യം ഈ 66 പുസ്തകങ്ങൾ അടങ്ങുന്ന ബൈബിളിൽ കാണിച്ചു തരാമെങ്കിൽ ഞാൻ ഇന്നത്തോടെ ഇത് താഴെ വയ്ക്കാൻ തയ്യാറാണെന്ന് പബ്ലിക്കിൽ പറയുകയാണ്. ഇത് മതത്തിന്റെ പുസ്തകമല്ല സുഹൃത്തേ. ആമേൻ. ഇത് മതഗ്രന്ഥമല്ല. പിന്നെ എന്താ ഈ പുസ്തകം പഠിപ്പിക്കുന്നത്? ഈ പുസ്തകം പഠിപ്പിക്കുന്നത് സർവേശ്വരനായ ദൈവം, ഏകനായ ദൈവം ഭൂമിയിൽ മനുഷ്യനെ ഹിന്ദുവായി സൃഷ്ടിച്ചു എന്നല്ല, ക്രിസ്ത്യാനിയായി സൃഷ്ടിച്ചു എന്നുമല്ല, മുസ്ലിമായി സൃഷ്ടിച്ചു എന്നുമല്ല, പിന്നെയോ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അതാണ് ഈ പുസ്തകത്തിന്റെ പഠനം. ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ആദാം ഹൗവ ദമ്പതികൾ അവർ ദൈവത്തോട് മറുതലിച്ച് പാപം ചെയ്തപ്പോൾ ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അപ്പൊ ചില ബുദ്ധിജീവികൾ ചോദിക്കും, എടോ ആ ആദമും അവയും പാപം ചെയ്തു, ശരി സമ്മതിച്ചു, അപ്പനും അമ്മയും പാപം ചെയ്യുന്നു പറഞ്ഞു, ഒരു തെറ്റും ചെയ്യാത്ത ബാക്കിയുള്ള തലമുറയൊക്കെ അതിന്റെ ശിക്ഷ അനുഭവിക്കണമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ വല്ല ബുദ്ധിക്ക് നിരക്കുന്ന കാര്യമാണോടോ? ഉപദേശി, ഞാൻ നിരപ്പിക്കാം. എയ്ഡ്സ് രോഗിയായ അപ്പനും അമ്മയ്ക്കും ജനിക്കുന്ന കുഞ്ഞാരാ സുഹൃത്തേ? എയ്ഡ്സ് രോഗിയാ? ഈ ചോരക്കുഞ്ഞ് വ്യഭിചാരം ചെയ്തോ? ഇല്ല. ഈ ചോരക്കുഞ്ഞ് ബ്ലഡ് സ്വീകരിച്ചോ? ഇല്ല. ഈ ചോരക്കുഞ്ഞ് തൊട്ടിലേക്ക് കടന്ന എയ്ഡ്സ് രോഗിയുടെ ബ്ലേഡ് എടുത്ത് വെച്ച് ഷേവ് ചെയ്തിട്ടാണോ ഇത് എയ്ഡ്സ് രോഗിയായത്? അല്ല. പിന്നെ എന്താ? മാതാപിതാക്കൾ വഴിവിട്ട് ജീവിച്ചതിന്റെ ഫലം ഒരു തെറ്റും ചെയ്യാത്ത അടുത്ത തലമുറ അനുഭവിക്കുന്നു. അത് നിങ്ങളുടെയൊക്കെ യുക്തിക്ക് നിരക്കുമോ? നിരക്കും. അതെങ്ങനെ വന്നു? അത് രക്തത്തിലൂടെ വന്നു. അത് സമ്മതിച്ചോ? സമ്മതിച്ചു. അങ്ങനെയെങ്കിൽ ആദാമ്യ പാപം എങ്ങനെ മാനവജാതിയിലേക്ക് വന്നു? വായിച്ചുകൂടെ? അപ്പോസ്തലപ്രവൃത്തി 17:26 വിശുദ്ധ തിരുവെഴുത്ത് പ്രഖ്യാപിക്കുന്നു എങ്ങനെ ഏകനാൽ പാപം സകല മനുഷ്യരിലും കടന്നു. വായിക്കാം. പ്രവൃത്തി 17:26. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തൻ നിന്ന് മനുഷ്യജാതിയൊക്കെ ഉളവാക്കി അവരുടെ കാലങ്ങൾ നിശ്ചയിച്ചു. ഒന്നുകൂടെ വായിച്ചോ 26-ാം വാക്യം. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെ ഉളവാക്കി. കണ്ടോ? ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ അഥവാ ദൈവം ഒരുത്തനിൽ നിന്ന് അഥവാ ആദമിൽ നിന്ന് മനുഷ്യവർഗത്തെ മുഴുവൻ ഉളവാക്കി. എന്താ ഇതിന്റെ അർത്ഥം? കാവിയുടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും ആദാമെന്ന ഒറ്റ രക്തത്തിൽ നിന്നുളവാക്കി. അയ്യോ, എന്തോ ഉപദേശി പറയുന്നത്? കാവിയെടുത്തവനും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെ ഒറ്റ രക്തത്തിൽ നിന്നോ? അതെന്നേ തെളിയിക്കാമോ? തെളിയിക്കാം. ഇവിടെ അടുത്ത ലാബുകൾ ഉണ്ടായിരിക്കുമല്ലോ, നെന്മാറയിൽ മെഡിക്കൽ ലാബ്. 4 ബോട്ടിൽ എടുക്കണം, 4 ചെറിയ ബോട്ടിൽ. എന്നിട്ട് അതിനകത്ത് രക്തമെടുക്കണം. ഒന്നുകിൽ ആട്, ആന, പോത്ത്, പശു എടുക്കണം. പശു നിങ്ങൾക്ക് ഇവിടെ പറയാമോ? നെന്മാറ കുഴപ്പമില്ല. എന്നാലും പോട്ടെ. എടുക്കുക. എടുത്ത് അടുത്ത ലാബിലേക്ക് ഓടിക്കുക. 10 മിനിറ്റ് മിടുക്കി പെമ്പിള്ളേർ സ്റ്റിക്കർ ഒട്ടിച്ച് വെളിയിലോട്ട് വെക്കും. ഇതാട്, ഇതാന, ഇത് പോത്ത്, ഇത് പശു. ശരിയല്ലേ? ശരിയാ. വീണ്ടും 4 ബോട്ടിൽ എടുക്കണം. ഒന്നിൽ ഇവിടുത്തെ അമ്പലത്തിലെ പൂജാരിയുടെ രക്തം, മറ്റൊന്നിൽ പള്ളിയിലച്ഛന്റെ രക്തം, ഇനി ഒന്നിൽ ഇവിടുത്തെ മുസ്ലിയാരുടെ രക്തം, മറ്റൊന്നിൽ ഞങ്ങളിൽ ഒരു ഉപദേശിയുടെ രക്തം. കൊട്ടിക്കലാബിലേക്ക് ഏതെങ്കിലും പിള്ളേർ സ്റ്റിക്കർ ഒട്ടിച്ചു തരുമോ? മാറിപ്പോവല്ലേ. മൂലയിരിക്കുന്ന മുസ്ലിയാർ, പുറത്തോട്ട് വെച്ചിട്ടുണ്ട് പൂജാരി, പുറത്ത് വെച്ചിരിക്കുന്ന പള്ളിയിലച്ഛൻ. തരുമോ? ഇല്ല സുഹൃത്തെ. ഇറങ്ങി വന്നിട്ട് പറയുന്നേ ചുമ്മാ മനുഷ്യനെ കളിയാക്കരുത്, ഇതെല്ലാം മനുഷ്യന്റെ രക്തം അല്ലയോടോ. ചിലപ്പോ ABCD ഗ്രൂപ്പ് തിരിച്ചെന്നിരിക്കും, അതവിടെ നിൽക്കട്ടെ. രക്തം മുഴുവൻ ആരുടേതാ? മനുഷ്യന്റെയാ. എന്ന് പറഞ്ഞാൽ ഒരൊറ്റ രക്തത്തിൽ നിന്ന് കാവിയുടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും സൃഷ്ടിച്ച ഒറ്റ ഈശ്വരൻ, ഒറ്റ പടച്ചവൻ, ഒറ്റ ദൈവം. ഇതറിയാത്ത ഒരേ ഒരു ജന്തു ലോകത്തിലുണ്ട്. അവന്റെ പേരാണ് മനുഷ്യൻ. അവൻ കൊല്ലാൻ നടക്കുക. എല്ലാ രക്തവും ഒന്നാണെന്ന് അറിയുന്ന ഒരു ജന്തുവുണ്ട്, അത് കൊതുക. അതിന് പരാതി ഒന്നുമില്ല. എന്നാൽ ഇത് തിരിച്ചറിയണം. മനുഷ്യൻ കാവിയുടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇതെന്റെ സഹോദരനാണ്, എന്റെ കൂടപ്പിറപ്പാണ്, എന്റെ അപ്പന്റെ മകനാണെന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച് സ്നേഹിക്കേണ്ടതിന് പകരം കോഴിയെ കണ്ടിക്കുന്ന ലാഘവത്തോടെ കൂടപ്പിറപ്പിന്റെ കഴുത്തറുക്കാൻ മടിയില്ലാത്ത തലമുറ. എന്താ കാരണം? നീ പാപിയാണ്. അമ്മേൻ. ഈ തിരിച്ചറിവ് നിനക്ക് നഷ്ടപ്പെട്ടു പോയി. ചിലർ ഞങ്ങളോട് ചോദിക്കും, ഇവന്മാർക്കൊരു നാണമില്ലാത്ത കൂട്ടരാ. എന്താ? അടിച്ചാലും ഇടിച്ചാലും ചവിട്ടിയാലും കുത്തിയാലും നാണമില്ലാതെ പിന്നെയും പേപ്പറും കൊണ്ട് നടക്കുക. പാത്തിക്കട്ടെ എന്ന് ചോദിച്ച്, സ്നേഹിത, എന്താ ഈ നാണമില്ലാതെ നിന്റെ അടുക്ക വരുന്നോന്നറിയാമോ? നീ കാവിയുടുത്താലും തൊപ്പിയിട്ടാലും നീ എൻ്റെ സഹോദരനാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ഈ പുസ്തകം കയ്യിൽ വന്നപ്പോൾ അറിഞ്ഞു, നീ എൻ്റെ കൂടപ്പിറപ്പാണ്, നീ എൻ്റെ അപ്പൻ്റെ മകനാണ്. നീ ഒരിക്കലും നശിച്ചു പോകരുത്.
നീ ഒരിക്കലും നിത്യ നരക ശിക്ഷാവിധിയിൽ വീഴരുത്. അത് കൂടപ്പുറപ്പായ എന്റെ ഹൃദയത്തിന് വേദനയാ. അതുകൊണ്ടാണ് നീ ചവിട്ടിയാലും അടിച്ചാലും തുപ്പിയാലും നാണമില്ലാതെ പിന്നെയും നിന്റെ പുറകെ പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു വരത്തില്ലേ. കാരണം ഈ പുസ്തകം പഠിപ്പിക്കുന്നു നീ എന്റെ സഹോദരനാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് കാവി ഉടുത്തവരും തൊപ്പിയിട്ടവരെയും കണ്ടാലൊന്നും പല്ലുകടി ഉണ്ടാവത്തില്ല. ഞങ്ങൾ ചേർത്ത് പിടിച്ചു, അച്ഛാ എന്നെ ഉണ്ട് സഹോദര, സന്തോഷമായിരിക്കുന്നു. ആ ശരി, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം കേട്ടോ. അങ്ങനെ പറയാൻ ഞങ്ങളുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തിയ സന്ദേശമാണ് സുവിശേഷം. ആമേൻ. ഇതാർക്കും ദോഷം വരുത്തുന്ന ഒന്നല്ല. കൊട്ടാരക്കര ജംഗ്ഷനിൽ ഒരിക്കൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു പോലീസ് വണ്ടി അടുത്തു വന്നു. അടുത്ത ഹോട്ടലിൽ ചായ കുടിക്കാൻ വന്നതാ. നിർത്തി. ചായ കുടി കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രസംഗം കുറച്ച് കേട്ടെന്ന് എനിക്ക് തോന്നുന്നു. പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരു പോലീസ് ഏമാൻ വന്ന് അടുത്ത് വന്ന് കൈക്ക് പിടിച്ച് കുലുക്കിയിട്ട് പറഞ്ഞു, ഉപദേശിമാരെ കൊള്ളാം, ഞങ്ങൾക്കും ഇതൊക്കെ ഇഷ്ടമാണ്. കാരണം നിങ്ങളുടെ പ്രസംഗം കേട്ട് 2 എണ്ണം ഗുണപ്പെട്ടാൽ ഞങ്ങളുടെ ജോലി അത്രയും കുറഞ്ഞിരിക്കുമെന്ന്. അപ്പൊ ഏമാനും അറിയാം ഇത് ഗുണപ്പെടുത്തുന്ന സന്ദേശമാണ്, ഇതാർക്കും ദോഷം വരുത്തുന്ന സന്ദേശമല്ല. അങ്ങനെയെങ്കിൽ സ്നേഹിത, മനുഷ്യന്റെ അകത്ത് കുടിയിരിക്കുന്ന പാപമെന്ന ഇരുട്ട്, ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. സർവമാനവജാതിയുടെ അകത്ത് പാപമെന്ന ഇരുട്ട് കുടിയിരിക്കുകയാണ്. എങ്ങനെയാ ഈ ഇരുട്ടിൽ നിന്ന് രക്ഷ നേടുക? പൂർവപിതാക്കന്മാര് പ്രാർത്ഥിച്ചു, തമസോ മാം ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഞങ്ങളെ ഒന്ന് നയിക്കണം. സകല ഈശ്വരന്മാരോടും പ്രാർത്ഥിച്ചു, ഈ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണം. എന്താ? മനുഷ്യൻ ഇരുട്ടിലായിപ്പോയി, പാപത്തിന്റെ പിടിയിലായിപ്പോയി. എന്താ ഇരുട്ടിന്റെ പ്രത്യേകത? ഇവിടെ ഇപ്പൊ ഈ 2 ലൈറ്റും അണച്ചാലും എനിക്ക് ഇവിടെ നിന്ന് പ്രസംഗിച്ചൂടെ? പ്രസംഗിക്കാം. ഈ വെളിച്ചം വേണമെന്നുണ്ടോ? എനിക്ക് പ്രസംഗിക്കാൻ. വേണ്ട, ഇരുട്ടത്തായാലും എനിക്ക് പ്രസംഗിക്കാം. പിന്നെ എന്തിനാ ഇത് കത്തിച്ചിട്ടിരിക്കുന്നത് ചോദിച്ചാൽ, ഇരുട്ടായാലും പ്രസംഗമൊക്കെ നടക്കും, പക്ഷേ ഈ അടുത്തിരിക്കുന്ന ഉപദേശി ആരാന്നറിയത്തില്ല. അടുത്തിരിക്കുന്നത് അമ്മയാണോ, പെങ്ങളാണോ, അനിയനാണോ, ചേട്ടനാണോ, ചേച്ചിയാണോ എന്ന് ഇരുട്ടത്തെങ്ങനെ അറിയുക? അങ്ങനെയെങ്കിൽ ജനിപ്പിച്ച അപ്പന് ഇവിടെ പെൺകുഞ്ഞിനെ തിരിച്ചറിയാൻ കഴിയാത്തത് എന്താ? നിന്റെ അകത്ത് ഇരുട്ടിരിപ്പുണ്ട്, നിന്റെ അകത്ത് പാപം ഇരിപ്പുണ്ട്. പണ്ട് നമ്മുടെ നാട്ടിലെ അപ്പന്മാർ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഈശ്വര, പടച്ചവനെ, ഭഗവാനെ, എൻ്റെ പെൺകുഞ്ഞിനെ ഒരുത്തൻ്റെ കൈക്ക് പിടിച്ചേൽപ്പിക്കുന്നത് വരെ എൻ്റെ കണ്ണടഞ്ഞു പോകല്ലേ എന്ന് പ്രാർത്ഥിച്ച അപ്പന്മാരുടെ നാടാണ് നമ്മുടെ നാട്. എന്നാൽ ഇന്ന് പത്രവും ചാനലും തുറന്നാൽ ജനിപ്പിച്ച സ്വന്തം പെൺകുഞ്ഞിന് മക്കളെ സമ്മാനിക്കുന്ന അപ്പന്മാര് ചാനൽ ചർച്ചകളിൽ ഹീറോകളെ പോലെ വന്നു നിൽക്കുന്നു. എന്താ നമ്മുടെ നാടിൻ്റെ മാറ്റം? കാരണം നിനക്കറിയത്തില്ലേ ഇത് നിന്റെ കുഞ്ഞാണെന്ന്? നിന്റെ രക്തത്തിൽ പിറന്നതാണ് ഈ 3 വയസ്സുകാരിയായ പിഞ്ചോമനയെന്ന് നിനക്കറിയത്തില്ലേ? എന്തേ നിനക്കറിയാതെ പോകുന്നു? നിന്റെ അകത്ത് പാപമെന്ന് ഇരുട്ടിരിക്കുന്നു. കാവി ഉടുത്തവനായിക്കോട്ടെ, തൊപ്പിയിട്ടവനായിക്കോട്ടെ, അവനെ നിന്റെ കൂടപ്പുറപ്പാണ്, നിനക്കറിയത്തില്ലേ? അവനെ കാണുമ്പോൾ എന്താ നിനക്ക് പല്ല് കടിക്കുന്നത്? എന്താ അവനെ മർദ്ദിക്കാൻ നിനക്ക് തോന്നുന്നത്? ഇത് നിന്റെ കൂടപ്പുറപ്പല്ലേ? നിനക്കത് അറിയത്തില്ല. കാരണം നിന്റെ അകത്ത് പാപമിരിക്കുന്നു. സ്നേഹിത, ജാതിയും മതവും വർണ്ണവും വർഗവും ഒന്നും ഇല്ലാത്ത ചില നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. വരത്തില്ലേ? വരത്തില്ലേ? ഇവിടുത്തെ അമ്പലത്തിലെ പൂജാരിയുടെ കിഡ്നി അടിച്ചു പോയെന്നിരിക്കട്ടെ, ഉദാഹരണം. ഒരു കിഡ്നി വേണം. കിഡ്നി തരാൻ വന്നത് അപ്പുറത്തെ ജമാഅത്തിലെ മുസ്ലിയാർ വേണ്ടാന്ന് പറഞ്ഞ ചരിത്രം ഇന്ന് വരെ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. കൊന്തയിട്ട് ബൈക്ക് ഓടിച്ചു പോകുന്നവൻ തലപൊട്ടി റോഡിൽ കിടക്കുക, പൊക്കിയെടുത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുചെന്നു. ഇപ്പൊ ഒരു കുപ്പി ബ്ലഡ് അടയ്ക്കണം, ഇവൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ അടുത്ത ബെഡിലെ രോഗിക്ക് കൂട്ടിരിക്കാമെന്ന RSSകാരൻ പറഞ്ഞു, ഞാൻ തരാം ബ്ലഡ്. വേണ്ടാന്ന് പറഞ്ഞ ചരിത്രമുണ്ടോ? ഞാനിന്ന് വരെ കേട്ടിട്ടില്ല. തൻ്റെ നടിയും മസിലുമൊക്കെ ഉരുട്ടിപ്പിടിച്ച് നടക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ പേരിൽ കൂടപ്പറപ്പുകളെ കൊന്നുകളയാനും വെട്ടിക്കളയുവാനും മനുഷ്യന്റെ അകത്ത് വിഷം കുത്തിവെച്ച് ഈ മനുഷ്യനെ ഇത്തരത്തിലുള്ള മൃഗതുല്യനാക്കി മാറ്റുന്ന ആ ഇരുട്ടിന്റെ ശക്തി പാപം. മനുഷ്യന്റെ അകത്ത് പാപമെന്ന ഇരുട്ട് കുടിയിരിക്കുന്നു. എങ്ങനെ രക്ഷിക്കും? പാപം ഒരു മനുഷ്യനായിരുന്നെങ്കിൽ പിണറായി സഖാവിനോട് പറയാം, അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ട് കേരളത്തെ രക്ഷിക്കാം. പാപം ഒരു വൃക്ഷമായിരുന്നെങ്കിൽ നല്ലൊരു പണിക്കാരനെ വിളിച്ച് വെട്ടിക്കളഞ്ഞ് രക്ഷിക്കാം. പാപം ഒരു വസ്തുവായിരുന്നെങ്കിൽ കത്തിച്ചു കളഞ്ഞ് ചാരമെടുത്ത് പമ്പയിലൊടുക്കി കേരളത്തെ രക്ഷിക്കാം. എന്തേ കഴിയാത്തത്? നശിപ്പിച്ചു കളയാൻ കഴിയുന്ന ഒരു വസ്തുവല്ല പാപം, വെട്ടിമാറ്റാൻ കഴിയുന്ന ഒരു വൃക്ഷമല്ല പാപം, അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു മനുഷ്യനല്ല പാപം. പിന്നെയോ മനുഷ്യന്റെ അകത്ത് കുടിയിരിക്കുന്ന അദൃശ്യ ശക്തിയാണ് പാപം. ഈ പാപമെന്ന ഇരുട്ട് നിന്റെ അകത്തുനിന്ന് വഴിമാറണമെങ്കിൽ, ഇന്ന് രാത്രി സ്റ്റേഡിയത്തിലെ ഇരുട്ട് വഴിമാറാൻ വെളിച്ചം കത്തിച്ചിട്ടിരിക്കുന്നെങ്കിൽ, മാനവജാതിയുടെ അകത്ത് കുടിയിരിക്കുന്ന പാപമെന്ന ഇരുട്ട് വഴിമാറാനും ഒറ്റ വഴിയേ ഉള്ളൂ. അവന്റെ അകത്തൊരു വെളിച്ചം കടന്നു വരണം. ഏതാണ് ആ വെളിച്ചമെന്ന് ചോദിച്ചാൽ, ഇന്നേക്ക് 2000 വർഷങ്ങൾക്കപ്പുറം സകല പിതാക്കന്മാരുടെയും പ്രാർത്ഥനകൾക്ക് മറുപടിയായി പാലസ്തീന്റെ പച്ചമണ്ണിൽ കാലമർത്തി ചവിട്ടി
നാട്ടിൽ നിന്നുകൊണ്ട് ഒരുവൻ ലോകത്തോട് പ്രഖ്യാപിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നിൽ വസിക്കുന്നവൻ ഒരു നാളും ഇരുളിൽ നടക്കുകയില്ല. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് അവകാശത്തോടെ അധികാരത്തോടെ ലോകത്തോട് പ്രസംഗിച്ച, ലോകം കണ്ട ഒരേ ഒരു പ്രസംഗകൻ, ലോകം കണ്ട ഒരേ ഒരു മഹാഗുരു, ലോകം കണ്ട ഒരേ ഒരു പ്രവാചകൻ, അതോ ഇന്ന് രാത്രിയിൽ ഞാൻ പ്രസംഗിക്കുന്ന നസ്രേത്തുകാരനായ യേശുക്രിസ്തുവിന്റെ ശബ്ദം. അങ്ങനെയെങ്കിൽ സ്നേഹിത, പാപമെന്ന ഇരുട്ട് മനുഷ്യന്റെ അകത്തു നിന്ന് എടുത്ത് പുറത്തെറിഞ്ഞ് ജാതിമത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിച്ച് സ്നേഹിക്കാൻ കഴിയുന്ന നന്മയുള്ള ഒരു നല്ല ഹൃദയത്തിന്റെ ഉടമയാക്കി മനുഷ്യന്റെ മനസ്സിനെ മാറ്റം വരുത്തുന്ന സന്ദേശമാണ് സുവിശേഷം. അല്ലാതെ ചിലർ പറയുന്ന പോലെ ഇത് മതം മാറ്റുന്ന. എൻ്റെ സ്നേഹിത, ഇവിടെ മതം മാറിയിട്ട് എന്ത് കാര്യം? ഞങ്ങളുടെ നാട്, എൻ്റെ നാട് കൊല്ലമാണ്. കൊല്ലം ജില്ലയിൽ ഒരു തരം ചെടിയുണ്ട് പറമ്പുകളിൽ, അതിനെ ഞങ്ങൾ കൊല്ലത്തുകാർ വിളിക്കുന്ന പേര് ചൊറിയണമെന്നാ. ചിലർ ചൊറിയാണമെന്നൊക്കെ പറയും. എന്താ ഇങ്ങനെ വിളിക്കാൻ കാരണം? അതിൻ്റെ സ്വഭാവം അങ്ങനെ ഉപദേശി. അത് ആരുടെ മേത്ത് കയറിയാലും ചൊറിയും. ചൊറിതണത്തെ പറമ്പിന്ന് വേരോടെ ഇളക്കിയെടുത്ത് വീട്ടിന്റെ ഫ്രണ്ട് ഹോളിൽ ചില്ലിട്ട ഷോക്കേസിനകത്ത് AC റൂമിൽ കൊണ്ടുവച്ചാലും ചൊറിയും. അപ്പൊ സ്ഥലം മാറിയിട്ട് കാര്യമില്ല. എന്നാ പേര് മാറ്റാം. ചൊറിതണത്തിന്റെ ഇലയിൽ ഒരു സ്റ്റിക്കറിനകത്ത് മണിക്കുട്ടിന്ന് എഴുതി ഒട്ടിച്ചു വെക്കാം. എന്നാലും ചൊറിയും. അപ്പൊ സ്ഥലം മാറിയാലും പേര് മാറിയാലും അടിസ്ഥാന സ്വഭാവത്തിന് മാറ്റം വന്നില്ലെങ്കിൽ ചൊറിയും. അങ്ങനെയെങ്കിൽ നെന്മാറയിൽ ആരും മതം മാറണ്ട, പേര് മാറണ്ട. പകരം എല്ലാവരെയും ചേർത്ത് പിടിച്ച് സ്നേഹിക്കാൻ കഴിയുന്ന നന്മയുള്ളൊരു ഹൃദയത്തിന്റെ ഉടമയായി നിന്റെ സ്വഭാവത്തിന് രൂപാന്തരം വരുത്തുന്ന, മതമല്ല മനസ്സിന് മാറ്റം വരുത്തുന്ന ഒരേ ഒരു സന്ദേശം ഉലക ചരിത്രത്തിന്റെ നടുവിലുണ്ടെങ്കിൽ അതത്രേ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ നെന്മാറ ജംഗ്ഷനിൽ ഉയർത്തി കാണിക്കുന്ന ശ്രീ യേശുക്രിസ്തു എന്ന സത്യ നിത്യ സുവിശേഷത്തിന്റെ സന്ദേശം. ആമേൻ, ആമേൻ. കാണിച്ചു തരാമോ നെന്മാറയെ മറ്റൊരു സന്ദേശത്തെ? കാണിച്ചു തരാമോ നെന്മാറയിൽ കള്ളും കഞ്ചാവും അടിച്ച് അപ്പനും അമ്മയ്ക്കും നാടിനും വീടിനും തലവേദനയായി ജീവിച്ച അവൻ 2 ചെറുപ്പക്കാരെ രൂപാന്തരപ്പെടുത്തിയ മറ്റൊരു സന്ദേശത്തെ കാണിക്കാമോ? അങ്ങനെ 2 പേരെ നിങ്ങൾ ഈ ഗ്രൗണ്ടിൽ കൊണ്ടുവന്നാൽ 98 എണ്ണത്തെ ഞങ്ങൾ മുമ്പിലോട്ട് നിർത്തിത്തരാം. ആമേൻ. ഈ പട്ടണത്തിൽ പോലും നിങ്ങളുടെയൊക്കെ സഹവാസികളായിരുന്ന അനേക ചെറുപ്പക്കാരെ പോലും നന്മയുള്ളവരാക്കി രൂപാന്തരപ്പെടുത്തിയ ഒരേ ഒരു സന്ദേശം ഉലക ചരിത്രത്തിലുണ്ടെങ്കിൽ അതാണ് ഇന്ന് രാത്രിയിൽ ഷമീർ അബ്ദുൽ സലാം പ്രസംഗിക്കുന്ന നസ്രേത്തുകാരനായ യേശുക്രിസ്തുവിന്റെ സന്ദേശം. മാനവജാതിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ലോകത്തിന്റെ വെളിച്ചമായി ഭൂതലത്തിലേക്ക് അവതാരമെടുത്ത് സർവ്വമാനവജാതിയുടെ പാപം സ്വന്തം ചുമലിൽ വഹിച്ചുകൊണ്ട് കാൽവരിയുടെ കൊലക്കളത്തിലേക്ക് നടന്നു കയറി പരമയാഗമായി തീർന്നുകൊണ്ട് പിശാചിന്റെ തന്ത്രങ്ങളിൽ നിന്നും ശത്രുവിന്റെ അടിമത്വത്തിൽ നിന്നും മനുഷ്യവർഗത്തെ രക്ഷിച്ചെടുപ്പാൻ സ്വന്തം പ്രാണനെ തന്ന് മനുഷ്യവർഗത്തെ സ്നേഹിച്ച സ്നേഹവാനായ ഒരേ ഒരു സത്യ നിത്യ ദൈവം ഇന്ന് രാത്രിയിൽ നെന്മാറയിൽ ഉയർത്തി കാണിക്കുന്നു. അവനത്രേ യേശുക്രിസ്തുവിന്റെ സുവിശേഷം. അങ്ങനെയെങ്കിൽ നെന്മാറയെ മറ്റൊരുത്തനിലും രക്ഷയില്ല. മാനവജാതിക്ക് ഈ പാപമെന്ന വിപത്തിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ സമാധാനവും സന്തോഷമുള്ള ഒരു ജീവിതം ഈ ഭൂമിയിലും വരുവാനുള്ള മരണാനന്തര ജീവിതത്തിൽ ദൈവത്തോടൊന്നിച്ച് സ്വർഗരാജ്യത്തിൽ സൗജന്യമായ പ്രവേശനവും സാധ്യമാക്കി തരുന്ന ഈ സത്യ നിത്യ സുവിശേഷമല്ലാതെ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ മാനവജാതിക്ക് രക്ഷ പ്രാപിപ്പാൻ യേശുക്രിസ്തു എന്ന ഏക നാമമല്ലാതെ പോരാ, ഏക സത്യ സുവിശേഷമല്ലാതെ പോരാ, ഏക സത്യ നിത്യ ദൈവമല്ലാതെ മറ്റൊരു രക്ഷാ സന്ദേശവും ഈ ക്ഷിതിയിൽ ഇല്ലവേ ഇല്ല. ഇന്ന് രാത്രിയിൽ ഷമീർ അബ്ദുൽ സലാമും ഗോഡ്സൺ പോളും മൂർഖൻ രാജുവും ഒന്നിച്ചുയർത്തി കാണിക്കുന്ന യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ സന്ദേശമത്രേ ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ മനുഷ്യനെ നന്മയുടെ അനുഭവത്തിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ ഒരു യോഗം കഴിഞ്ഞപ്പോൾ ഒരു സ്നേഹിതൻ അടുത്തു വന്നിട്ട് ചോദിച്ചു, അല്ലയോ ഉപദേശി, ഒരു സംശയം. എന്താ? ഈ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചത് ഞങ്ങളുടെ എല്ലാ മനുഷ്യരുടെയും പാപമെന്ന ഇരുട്ടിനെ ആ കടം തീർക്കാൻ വേണ്ടിയാണെന്നല്ലേ പറഞ്ഞത്? അതെ. അപ്പൊ ഞങ്ങളുടെ എല്ലാവരുടെയും പാപത്തിന്റെ കടം തീർന്നുവോ? തീർന്നു. നിങ്ങളുടെയും തീർന്നു? തീർന്നു.
ഞങ്ങളുടെ തീർന്നു. പിന്നെന്തിനാ ഞങ്ങൾ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നത്? തീർന്നല്ലോ. മറുപടി, സ്നേഹിത, ഞങ്ങളത് അനുഭവിക്കുന്നു, നീ അത് അനുഭവിക്കുന്നില്ല. അതിന് ഞാൻ എന്ത് ചെയ്യണം? പറയാം. ഇവിടെ ഇരിക്കുന്ന എൻ്റെ സ്നേഹിതൻ പ്രിയ പോൾസൺ കണ്ണൂർ, നല്ല മധുര ഗായകന, നല്ല പാട്ടൊക്കെ പാടി നമ്മെ കേൾപ്പിച്ചു. പോൾസൺ കണ്ണൂരിന് ഞാനൊരു കടം കൊടുക്കാനുണ്ടായിരുന്നു, 50,000 രൂപ. ഇന്നലെ രാവിലെ 10 മണിക്ക് എൻ്റെ സ്വന്തം ബാങ്കിന്റെ ചെക്ക് ലീഫ് എടുത്ത് 50,000 എന്ന ചെക്ക് എഴുതി പോൾസൺ കണ്ണൂരിന്റെ കരത്തിൽ ഏൽപ്പിച്ചാൽ ആ നിമിഷം ഞാൻ പോൾസണോട് കൊടുക്കാനുണ്ടായിരുന്ന കടം തീർത്തു. നാളെ ഈ ഉപദേശം വന്നിട്ട് ചോദിക്കുകയാണ്, പോൾസന്റെ കടം തീർത്തോ? പിന്നെ ഇന്നലെ രാവിലെ 10 മണിക്ക് തീർത്തു. ആര് ചോദിച്ചാലും ഷമീർ പ്രാഗൽഭ്യത്തോടെ പറയും, ഞാൻ പോൾസന്റെ കടം തീർത്തു. പക്ഷേ പോൾസൺ എന്ത് ചെയ്തു? ഈ ചെക്ക് ലീഫ് കൊണ്ട് അലമാരയ്ക്കകത്ത് പൂട്ടി വെച്ചു. എന്നിട്ട് എന്നും രാവിലെ കുളിച്ച് നല്ല വസ്ത്രമൊക്കെ ഉടുത്ത് അലമാര തുറന്ന് ചെക്ക് ലീഫ് പയ്യെ പുറത്തെടുത്തിട്ട്, ഷമീർ കൊല്ലം തന്ന ചെക്കേ എന്നും ചെക്കെടുത്ത് ഉമ്മ കൊടുത്താൽ ആയുസിൽ പോൾസൺ അത് അനുഭവിക്കാൻ പറ്റുമോ കുഞ്ഞേ? തൊട്ടുമുത്തിയാലൊന്നും അനുഭവിക്കാൻ പറ്റത്തില്ല. പകരം ഇനി പോൾസൺ ചെയ്യേണ്ടുന്ന ഒരു കടമയുണ്ട്. അത് കൊണ്ടുചെന്ന് ബാങ്കിൽ കൊടുത്ത് കളക്ഷനാക്കി കാശാക്കി കീശയിലാക്കിയാൽ തൻ്റെ ജീവിതത്തിൽ അത് ഉപയോഗിക്കപ്പെടുത്താം. അങ്ങനെയെങ്കിൽ അത് ചെയ്യേണ്ടത് കടം വീട്ടിയ ഞാനല്ല, കടം വീട്ടി കിട്ടിയ പോൾസണാണ്. കാൽവരിയിൽ സർവ്വമാനവജാതിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ സ്വന്തം പ്രാണനെ അർപ്പിച്ചതുകൊണ്ട് സർവ്വമാനവജാതിയുടെ പാപം തീർന്നു. അത് നീ അനുഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇനി നീ ചെയ്യേണ്ടുന്ന ഒരു കടമ ബാക്കിയുണ്ട്. കണ്ണുകൾ ഉയർത്തി കാൽവരിയിലേക്ക് നോക്കി വിളിക്കണം, യേശുവേ, ഞാനൊരു പാപിയാണ്. അവിടുന്ന് എന്റെ പാപത്തിനും കൂടെ പരിഹാരത്തിനായിട്ടാണ് കാൽവരിയിൽ മരിച്ചതെന്ന് ഇന്ന് രാത്രിയിൽ കേട്ട സന്ദേശം ഞാൻ വിശ്വസിക്കുന്നു. ഈ മഹാപാപിയായ എൻ്റെ പാപങ്ങളെ എന്നോട് പുറത്ത് മറ്റുള്ളവരെ ചേർത്ത് പിടിച്ച് സ്നേഹിക്കാൻ കഴിയുന്ന സകല പാപത്തിന്മ പ്രവർത്തികളിൽ നിന്നും മോചനം പ്രാപിക്കാൻ കഴിയുന്ന ഒരു നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയാക്കി എന്നെ തീർക്കണമേ കർത്താവേ എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ഈ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന നിമിഷം നിന്റെ പേര് ചോദിക്കാതെ, ജാതി ചോദിക്കാതെ, മതം ചോദിക്കാതെ, നിന്റെ പശ്ചാത്തലം ചോദിക്കാതെ, ഡിഗ്രി ചോദിക്കാതെ, പണം ചോദിക്കാതെ നിന്റെ പാപത്തെ മുഴുവനായി പറിച്ചെടുത്ത് സമുദ്രത്തിന്റെ ആഴക്കടലിലേക്ക് ഇട്ടുകൊണ്ട് പുതിയ സൃഷ്ടിയാക്കി നിന്നെ രൂപാന്തരപ്പെടുത്തുന്ന ഉലകം കണ്ട ഒരേ ഒരു സന്ദേശമാണ് ക്രിസ്തുവിന്റെ സുവിശേഷം. ഒരു നാണയത്തൊട്ട് കൊടുക്കേണ്ട, ഒരു രൂപ കൊടുക്കേണ്ട, ഒരു മെഴുകുതിരി കത്തിക്കണ്ട, സൗജന്യമായി നിന്റെ പാപത്തെ പറിച്ചെടുത്ത് സമുദ്രത്തിന്റെ ആഴക്കടലിലിട്ടുകൊണ്ട് നിന്നെ രൂപാന്തരപ്പെടുത്തി ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. പഴയത് കഴിഞ്ഞുപോയി. ഞങ്ങൾക്കൊക്കെ ഒരു പഴയ കാലം ഉണ്ടായിരുന്നു. ആ പഴയ കാലത്തിലൊക്കെ ഞങ്ങൾ ഇന്നും നെന്മാറയിൽ ജീവിച്ചാൽ പലർക്കും ഞങ്ങളെയും പിടിച്ചു കെട്ടാൻ കഴിയാത്ത ക്രൂര സ്വഭാവമുള്ളവരൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിലും ഉണ്ട് സഹോദര. എന്നാൽ അതിനെയൊക്കെ സമുദ്രത്തിന്റെ ആഴക്കടലിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കുവാനും കരുതുവാനും കഴിയുന്ന നന്മയുള്ളൊരു ഹൃദയത്തിന്റെ ഉടമയാക്കി പുതിയ സൃഷ്ടിയാക്കി രൂപാന്തരപ്പെടുത്തിയ ഉലകത്തിലെ ഒരേ ഒരു സന്ദേശം സുവിശേഷമല്ലാതെ മറ്റൊന്നില്ലവേയില്ല. അങ്ങനെയെങ്കിൽ മാനവജാതിക്ക് പാപമെന്ന വിപത്തിൽ നിന്ന്, ധാർമ്മിക അധപ്പതനത്തിൽ നിന്ന്, ഈ സാമൂഹ്യ വിപത്തുകളിൽ നിന്ന് രക്ഷ പ്രാപിച്ച് ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ എല്ലാവരും ചേർത്ത് പിടിച്ച് സ്നേഹിച്ച് സഹോദര സന്തോഷമായിരിക്കുന്നു എന്ന് ചോദിച്ച് കാവിയെടുത്തവനും തൊപ്പിയിട്ടവനും കൊന്തയിട്ടവനും തോളിൽ കൈയിട്ടുകൊണ്ട് ചിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ നാട് വഴിമാറിയാൽ അപ്പോഴാണ് നമ്മുടെ നാട്ടിൽ അച്ഛാദിൻ വരുന്നത്. അപ്പോഴാണ് നമ്മുടെ നാട് നന്മയുള്ള നാടായി മാറുന്നത്. അങ്ങനെ നമ്മുടെ നാടിനെ നന്മയുള്ളതാക്കി മാറ്റുവാൻ ഇന്ന് ലോകത്തിന്റെ 5 വൻകരയിലും അതിനെ സാധ്യമാക്കിക്കൊണ്ട് ജൈത്രയാത്ര തുടരുന്ന ഒരേ ഒരു സന്ദേശം ഉലക ചരിത്രത്തിലുണ്ടെങ്കിൽ അതത്രേ ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ സന്ദേശം. ഇന്ന് രാത്രിയിൽ നെന്മാറ ജംഗ്ഷനിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ജാതിമത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ കൂടപ്പുറപ്പായ സഹോദര, 2002 ഒരു മുഴം കയറിലോ ഒരു കുപ്പി വിഷത്തിലോ അവസാനിപ്പിച്ചു കളയല്ലാതെ ഇനി മറ്റൊരു മാർഗമില്ലെന്ന്
ഞാനും എൻ്റെ ഉമ്മയും അനിയത്തിമാരും കൂടി തീരുമാനമെടുത്തിരുന്ന 2002 ഒരു വെള്ളിയാഴ്ച ദിവസം സന്ധ്യയ്ക്ക് ഈ യേശുക്രിസ്തുവിന്റെ സന്ദേശം കാതിൽ കടന്നു വന്നപ്പോൾ കാർക്കിച്ചു തുപ്പി പുച്ഛിച്ച് തള്ളിക്കളയാതെ അതിനെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ ഹൃദയം തുറന്നു കൊടുത്തതുകൊണ്ട് കഴിഞ്ഞ 14 വർഷമായി അഭിമാനത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ, ആനന്ദത്തോടെ മരണത്തിന്റെ അനുഭവത്തിൽ നിന്ന് പുതിയ ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് ഞങ്ങളെ കൈപിടിച്ചുയർത്തിക്കൊണ്ടുവന്ന ആ പ്രാണനാഥന്റെ സ്നേഹത്തെ ഇന്ന് രാത്രി നെന്മാറ ദേശത്തിന് സൗജന്യമായി കൈമാറുകയാണ്. ആർക്ക് വേണം ഈ യേശുവിനെ? പരസ്യമായി നെന്മാറ പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ മാനവരാശിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റെന്നും ജീവിക്കുന്ന ഏക സത്യ നിത്യ ദൈവമായ യേശുവിനെ നെന്മാറ പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ ഉയർത്തി വെച്ചുകൊണ്ട് ഷമീർ ചോദിക്കുന്നു, ആർക്ക് വേണം ഇവനെ? ആർക്ക് വേണം ഈ യേശുവിനെ? ഹൃദയത്തിനകത്ത് ഏറ്റെടുത്തുകൊണ്ട് ആമേൻ, ദേശത്തിന്റെ നടുവിൽ, സമൂഹത്തിന്റെ നടുവിൽ നന്മയുള്ളൊരു ഹൃദയത്തിന്റെ ഉടമയായി, നല്ലൊരു കുടുംബജീവിതത്തിന്റെ ഉടമയായി, മക്കൾക്ക് മാതൃകയുള്ള മാതാപിതാക്കളായി, അമ്മയപ്പന്മാർക്ക് കൊള്ളാവുന്ന മക്കളായി, രാജ്യത്തിന് കൊള്ളാവുന്ന പൗരന്മാരായി ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുക മാത്രമല്ല, മരണാനന്തര ജീവിതം സ്വർഗീയ സവിധത്തിൽ ദൈവത്തോടൊന്നിച്ച് ചെലവഴിപ്പാൻ സൗജന്യമായ നിത്യത പ്രവേശനവും സാധ്യമാക്കി തരുന്ന ഈ സുവിശേഷത്തിന്റെ സന്ദേശത്തിലേക്ക് നെന്മാറ ദേശത്തെ സ്നേഹപൂർവം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് അവസാനത്തെ കുത്തുമിടുവാൻ ആഗ്രഹിക്കുമ്പോൾ, ഇന്ന് രാത്രിയിൽ നെന്മാറ ദേശത്തിൽ എന്നെ കേൾക്കുന്ന സകല മാന്യ സഹോദരങ്ങളോടും അത്യുച്ചത്തിൽ വിളിച്ചു പറയട്ടെ, മറ്റൊരുത്തനിലും രക്ഷയില്ല. മാനവജാതിക്ക് രക്ഷ പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന ഏക നാമമല്ലാതെ, ഏക സത്യ നിത്യ സുവിശേഷമല്ലാതെ, ഏക സത്യ ദൈവമല്ലാതെ മറ്റൊരു രക്ഷാ സന്ദേശവും ഈ ക്ഷതിയിലില്ലവേ ഇല്ല എന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ അത്യുച്ചത്തിൽ ശക്തിയോടെ നെന്മാറ ദേശങ്ങൾക്ക് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. അങ്ങനെയെങ്കിൽ സകല മാനവജാതിയുടെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ കാൽവരിയുടെ കൊലക്കളത്തിൽ പ്രാണനെ തന്ന അവസാനത്തെ തുള്ളി രക്തവും ഒഴുക്കി തന്ന് ജാതിമത വ്യത്യാസമില്ലാതെ മനുഷ്യരെ സ്നേഹിച്ച് കാൽവരിയിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവനോടെ ജീവിക്കുന്ന സത്യനിത്യ ദൈവത്തിങ്കലേക്ക് നെന്മാറ പട്ടണത്തെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് അവസാനത്തെ കുത്തും ഇട്ടുകൊള്ളുന്നു. കാൽവരിയിൽ സർവമാനവജാതിയുടെ പാപത്തിന് പരിഹാരമായി ക്രൂശിൽ ചൊരിഞ്ഞ യേശുക്രിസ്തുവിന്റെ പുണ്യാഹ രക്തത്താൽ നെന്മാറ ദേശത്തിന് രക്ത അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഇന്ന് വിരാമം കുറിക്കുന്നു. ഈ ദേശത്തെ, നെന്മാറ ദേശത്തെ സ്വർഗത്തിലെ ദൈവം നിത്യജീവങ്ങളിലേക്കും പാപമോചനത്തിലേക്കും സ്വർഗീയ സവിധത്തിലേക്കും വഴി നടത്തുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മൈക്ക് കൈമാറുന്നു. ദൈവം നെന്മാറ ദേശത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം.